Good morning, all. Good morning, ma'am. നോക്കാം എല്ലാവരും ക്ലിയർ എന്നുള്ളതെന്ന് തോന്നുന്നു. 2 മിനിറ്റ് വെയിറ്റ് ചെയ്യാം. എല്ലാവർക്കും എനിക്ക് തോന്നുന്നു കാലാവസ്ഥ പ്രോബ്ലം ആയതുകൊണ്ടാണോന്ന് അറിയില്ല അല്ലേ. കുറച്ച് കുട്ടികളേ ഉള്ളൂ. നമ്മൾ വെയിറ്റ് ചെയ്താലും കൂടുതൽ തോന്നുന്നില്ല. എന്തായാലും നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം അല്ലേ. കയറുന്നവര് അതിനോടൊപ്പം തന്നെ കയറണ്ടേ. തീർച്ചയായിട്ടും നമുക്ക് പോർഷൻ ഇച്ചിരി വലുതായതുകൊണ്ട് തന്നെ നമുക്ക് സ്റ്റാർട്ട് ചെയ്ത് പോകാം. ഓക്കെ, കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ എവിടം വരെയാണ് ഡിസ്കസ് ചെയ്തത്? നിങ്ങൾ വായിച്ചു നോക്കിയായിരുന്നോ? എവിടം വരെയാണ് ഡിസ്കസ് ചെയ്തത്? ഓർമ്മയുണ്ടോ? Simplified questionnaires. ഓക്കെ, അപ്പൊ നമ്മള് എംപ്ലോയീസ് ചോയ്സ് അല്ലെ, സിംപ്ലിഫൈഡ് ക്വസ്റ്റ്യൻസ് വരെ. അതിന്റെ നെക്സ്റ്റ് പോയിന്റും എടുത്തില്ലേ? സങ്കീർണമായ ഗവേഷണ രീതികളോ. നെക്സ്റ്റ് കോസ്റ്റ് കണ്ടെയ്ൻമെന്റ് തുടങ്ങിയല്ലേ എടുക്കേണ്ടത്? Yes, ma'am. അപ്പൊ വായിക്കുന്നുണ്ട്. എന്തായാലും നിങ്ങൾ എന്താണ് എടുക്കുന്നത് അത്രത്തോളം ജസ്റ്റ് ഒന്ന് വായിച്ചെങ്കിലും പോവുക. അല്ലെങ്കിൽ അക്കക്കൂടി ആവുമ്പോഴും ഒന്നിച്ച് ബോറായി അല്ലെ. വലിയൊരു ചാപ്റ്റർ ഒക്കെ ആവുമ്പോ എന്താ നമുക്ക് വായിച്ചെടുക്കാനായിട്ട് ചിലപ്പോൾ മടി തോന്നും. അപ്പൊ കുറേശ്ശെങ്കിലും വായിച്ചു പോവാം. അപ്പൊ നമുക്ക് നെക്സ്റ്റ് എടുക്കേണ്ടത് നമ്മൾ ഫ്രിഞ്ച് ബെനിഫിറ്റിന്റേതായിട്ടുള്ള കാര്യങ്ങളാണ് നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുന്നത്. എന്താണ് പ്രധാനമായിട്ട് നമുക്കറിയാം അല്ലെ, ഈ ഒരു ഫ്രിഞ്ച് ബെനിഫിറ്റ് കൊടുക്കണമെങ്കിൽ എന്തൊക്കെ കാര്യങ്ങൾ ശ്രദ്ധിക്കണം എന്നുള്ളത് അല്ലെ. എല്ലായ്പ്പോഴും നമ്മൾ ആർക്കൊക്കെ കൊടുക്കണം, എങ്ങനെ കൊടുക്കണം, അങ്ങനെ കുറെ കാര്യങ്ങളെ കുറിച്ചിട്ട് നമ്മൾ ഡിസ്കസ് ചെയ്തു. പീരിയഡിനെ കുറിച്ചിട്ടും ഒക്കെ നമ്മൾ ഡിസ്കസ് ചെയ്തു. ഇനി നമുക്ക് നെക്സ്റ്റ് നോക്കാനത് കോസ്റ്റ് കണ്ടെയ്ൻമെന്റ് ആണ്. അത് ഒരു ചിലവ് നിയന്ത്രണം വേണം അല്ലെ. നമുക്ക് ഇപ്പോ എംപ്ലോയർ ആണ് കൂടുതൽ ബെനിഫിറ്റ്സ് ഒക്കെ കൊടുക്കാനായിട്ട് അവർ ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ കൂടി നമുക്കറിയാം അവിടെ ബർഡൻ ആവാൻ പാടില്ല അല്ലെ. അവിടെ എംപ്ലോയീസിനെ സാറ്റിസ്ഫൈ ചെയ്യുക എന്നുള്ള പ്രധാനപ്പെട്ട ദൗത്യം നിർവഹിക്കുന്നതോടൊപ്പം തന്നെ ഒരിക്കലും ആ ബിസിനസ്സിന് അത് അധിക ചിലവാകാനായിട്ട് പാടില്ല. ഒപ്പം തന്നെ നമുക്കറിയാം കുറച്ചൊക്കെ എംപ്ലോയിയുടെയും കൂടി കോൺട്രിബ്യൂഷൻ അല്ലെ, സംഭാവനയും കൂടി സ്വരൂപിച്ചിട്ടാണ് ചിലപ്പോൾ മിക്ക ഫ്രഞ്ച് ബെനിഫിറ്റുകളൊക്കെ കൊടുക്കേണ്ടി വരുന്നത്. അപ്പൊ അതും അവർക്ക് ഒരു ബുദ്ധിമുട്ടാവരുത് അല്ലെ. എംപ്ലോയർക്കും എംപ്ലോയിക്കും തുല്യം തന്നെ കോസ്റ്റ് ഒരുപാട് ബുദ്ധിമുട്ടുകൾ ഉണ്ടാക്കാൻ പാടില്ല. അപ്പൊ അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ നോക്കുമ്പോൾ കോസ്റ്റ് കണ്ടെയ്ൻമെന്റ്, കോസ്റ്റ് എന്ന് പറയുമ്പോൾ നമുക്കറിയാം ചിലവ് നിയന്ത്രണവുമായി ബന്ധപ്പെട്ടത്. The main focus remains either on the reduction of the size of the claim or decreasing the administrative cost linked with the benefits plan so that the benefit cost can be controlled. അതായത് നമ്മളെപ്പോഴും അതിന്റെ ആ വലിപ്പം ഇപ്പൊ ഇൻ കേസ് ഡ്യൂറേഷൻ ഒക്കെ കൂടുന്നതനുസരിച്ചിട്ട് അല്ലെ അവർക്ക് ഒരു ബുദ്ധിമുട്ടാണ്. അതുകൊണ്ട് തന്നെ ആ എന്തെങ്കിലും കാലയളവിലൊക്കെ കുറച്ച് കുറയ്ക്കാനായിട്ട് ശ്രമിക്കുക അല്ലെ. The main focus remain either on the reduction of the size of the claim. അപ്പൊ ക്ലെയിമിന്റെ ഒക്കെ
വലിപ്പം കുറച്ചുകൊണ്ട് വരാനായിട്ട് ശ്രദ്ധിക്കുക. അതോടൊപ്പം തന്നെ എന്താ പറയുന്നത്, ഡിക്രീസിംഗ് ദ അഡ്മിനിസ്ട്രേറ്റീവ് കോസ്റ്റ് ലിങ്ക്ഡ് വിത്ത് ബെനിഫിറ്റ് പ്ലാൻസ് സോ ദാറ്റ് ദ ബെനിഫിറ്റ്സ് കോസ്റ്റ് ക്യാൻ ബി കൺട്രോൾഡ്. ഇങ്ങനെ ഇപ്പൊ അഡ്മിനിസ്ട്രേറ്റീവ് ആയിട്ടുള്ള കോസ്റ്റ് ഒക്കെ ഇതിനോടൊപ്പം തന്നെ കൂടി ചേരുന്നത് കൊണ്ട് തന്നെ അല്ലെ, അതിലും നമുക്ക് കുറച്ച് കൺട്രോൾ വരുത്താനായിട്ട് ശ്രമിക്കുക. ഇൻ കേസ് നമുക്കറിയാം ചില കാര്യങ്ങൾക്കൊക്കെ കൂടുതൽ പേയ്മെന്റ് ചിലപ്പോൾ ഇത്തരത്തിലുള്ള ഇൻഷുറൻസ് പാക്കേജിനൊക്കെ ചിലപ്പോൾ കൂടുതൽ ചെലവഴിക്കേണ്ടത് വരും. അപ്പൊ അത്തരത്തിലുള്ള കാര്യങ്ങൾ കൂടിയും മനസ്സിലാക്കിയിട്ട് തന്നെ അത്ര ബെനിഫിറ്റുകൾ കൊടുക്കാനായിട്ട് ശ്രമിക്കുക. അപ്പൊ അങ്ങനെ വരുമ്പോൾ എന്താണ്, കോസ്റ്റ് നമുക്ക് കൺട്രോൾ ചെയ്യാനായിട്ട് സാധിക്കും. Then the attempts of these methods are lower the cost or at least lower the rate of increase of cost rather than transferring these costs to the employees. അതായത് നമുക്കറിയാം കുറച്ച് കോസ്റ്റ് ഒക്കെ കൂടുതലനുസരിച്ച് എന്താണ് അതെല്ലാം എംപ്ലോയിനെ കെട്ടി ഏൽപ്പിക്കും അല്ലെ. നമുക്കറിയാം ഏതൊരു സ്ഥാപനവും എല്ലാം ഇങ്ങനെ എന്താ പറയുക എംപ്ലോയിക്ക് വേണ്ടിയിട്ട് ഒരുപാട് കാര്യങ്ങളൊന്നും ചെയ്യാൻ പോണില്ല അല്ലെ. ഒരു ബെനിഫിറ്റ് അവർക്ക് കൊടുക്കുന്നുണ്ടെങ്കിൽ അതിന്റെ ഒപ്പം തന്നെ ചില ചെലവ് കാര്യങ്ങളൊക്കെ അവര് അതിനോടൊപ്പം തന്നെ അവർക്ക് വെച്ചു കൊടുക്കും അല്ലെ. ഫോം ഇതില്ലെങ്കിൽ അത്തരത്തിലുള്ള ഫോട്ടോസ് അല്ലെങ്കിൽ അതെല്ലാം അവരിൽ നിന്ന് തന്നെ കളക്ട് ചെയ്ത് കൈകാര്യം ചെയ്യാനായിട്ട് ശ്രമിക്കും. ഉണ്ടാവില്ലേ, അങ്ങനെയൊക്കെ ഉണ്ടാവില്ലേ? എന്തെങ്കിലും ഒരു സ്കീമൊക്കെ സ്റ്റാർട്ട് ചെയ്യുമ്പോൾ കുറച്ച് ചെലവൊക്കെ അവരുടെ ഭാഗത്തു നിന്നും എംപ്ലോയിയുടെ ഭാഗത്തു നിന്നും നേടാനായിട്ട് അവർ ശ്രമിക്കും അല്ലെ. ഏതൊരു എംപ്ലോയിയും അങ്ങനെയായിരിക്കും. എംപ്ലോയറും തൊഴിലുടമയും അതിനു വേണ്ടിയായിരിക്കും ശ്രമിക്കുക. എല്ലാം തന്നെ തൊഴിലുടമ വഹിക്കാനായിട്ട് ശ്രമിക്കില്ല. കുറച്ചൊക്കെ ചെലവുകൾ തൊഴിലാളികളെ കൊണ്ടും കൂടി ചെലവ് ചെയ്യിപ്പിക്കാനായിട്ട് ശ്രമിക്കും അല്ലെ. അപ്പൊ അങ്ങനെ അതുകൊണ്ടാണ് ഇവിടെ പറയുന്നത് ഈ കോസ്റ്റുകളെല്ലാം എംപ്ലോയിയുടെ തലയിൽ കെട്ടിവെക്കാതിരിക്കാനായിട്ട് ശ്രമിക്കുക. പരമാവധി എന്താണ് കോസ്റ്റിന്റെ റേറ്റ് ഒക്കെ അല്ലെ, ലോവർ ദ റേറ്റ് ഓഫ് ഇൻക്രീസ് കോസ്റ്റ്, കോസ്റ്റിന്റെ ഒക്കെ റേറ്റ് കുറച്ചുകൊണ്ട് വരാനായിട്ട് ശ്രമിക്കുക. ഒരുപാട് വലിയൊരു കോസ്റ്റ് എംപ്ലോയിനെ കൊണ്ട് ചെയ്യിപ്പിക്കാതെ അല്ലെങ്കിൽ എംപ്ലോയിയുടെ മേലിൽ ഉണ്ടാവാതിരിക്കാനായിട്ട് ശ്രദ്ധിച്ചു വേണം എന്താണ് ആനുകൂല്യങ്ങളൊക്കെ തിരഞ്ഞെടുക്കാനായിട്ട്. In most of the cases, the main focus on of employers is to reduce their own costs. However, some benefit are also given to the employees resulting from the cost reduction in the form of providing additional benefits to the employees or a decreased rate of rise in inaccessible expenses. അതായത് നമ്മൾ ഏതൊരു കാര്യം എടുത്തു നോക്കാം, എപ്പോഴും നമുക്ക് എന്താണ് ഏതൊരു തൊഴിലുടമ എന്താണ് അവിടെ ബിസിനസ് നല്ല പ്രോഫിറ്റബിൾ ആക്കണമെന്ന് അവർ ചിന്തിക്കും. അവിടെയുള്ള വർക്കേഴ്സിന് നല്ല തൃപ്തിയോടുകൂടി ജോലി ചെയ്യിപ്പിക്കാനുള്ള അവസരം സൃഷ്ടിക്കണമെന്ന് മെയിൻ ആയിട്ടുള്ള ഒരു എയിം ഉണ്ടാവും. ഉണ്ടാവില്ലേ? ഉണ്ടാവോ? ഉണ്ടാവില്ലേ? ഞാൻ പറഞ്ഞ രാഷ്ട്രീയം ശരിയല്ലേ? ഓക്കെ. അപ്പൊ അങ്ങനെ വരുമ്പോഴെന്താണ് ചെലവ് അല്ലെ, അത് ചെലവാക്കുന്നത് കുറയ്ക്കുന്നതിനുള്ള കാര്യങ്ങൾ എപ്പോഴും ചിന്തിക്കണം. എപ്പോഴും എന്താണ് അതെല്ലാം കൂടിയും എന്താണ് ഇവരുടെ ബേർഡൻ അവരുടെ മൈൻഡില് എംപ്ലോയറുടെ മൈൻഡില് ഇങ്ങനെ ഒരു ആശയം എപ്പോഴും ഉള്ളത് കൊണ്ട് തന്നെ എപ്പോഴും എന്താണ് ആ ചെലവ് മുഴുവനും എംപ്ലോയിയുടെ തലയിലേക്ക് കുറച്ചെങ്കിലും ബേർഡൻ ആക്കാനായിട്ട് അവർ ശ്രമിക്കും. അപ്പൊ തീർച്ചയായിട്ടും എന്താണ് അത് ഒരു ബെനിഫിറ്റിന്റെ ഒരു പാക്കേജിൽ തന്നെ അവർക്ക് ആ ഒരു രീതിയിൽ അവരിൽ നിന്ന് അല്ലെ അവർക്ക് അതിനൊരു സാറ്റിസ്ഫാക്ഷൻ കിട്ടുകയും ചെയ്യും. എന്ന ചെലവ് അവരിലേക്ക് ചെറുതായിട്ടെങ്കിലും എന്താണ് അവരിലേക്ക് ബർഡൻ ആയിട്ട് നിക്ഷേപിക്കുകയും ചെയ്യും. അതാണ് ഇവിടെ ഉദ്ദേശിക്കുന്നത്. എന്താണ് ദ മെയിൻ ഫോക്കസ് ഓഫ് എംപ്ലോയർ ഈസ് ടു റിഡ്യൂസ് ദിയർ ഓൺ കോസ്റ്റ് അല്ലെ, അവരുടെ സ്വന്തം ചെലവ് കുറയ്ക്കാനായിട്ട് എപ്പോഴും എംപ്ലോയർ തൊഴിലുടമ ശ്രദ്ധിക്കും. However, some benefits are also given to the employer resulting from the cost reduction in the form of providing additional benefits. അപ്പൊ അവരെന്താ ചെയ്യാ, ഒരു അഡീഷൻ ഫോം അല്ലെ ഒരു ബെനിഫിറ്റിന്റെ ഒരു പാക്കേജ് എന്ന നിലയിലേക്ക് തന്നെ എന്താണ് എംപ്ലോയീസിനെ എത്തിച്ച് അല്ലെ ഇത് എംപ്ലോയിയുടെ മൈൻഡിലേക്ക് ഇതൊരു ബെനിഫിറ്റ് ആണെന്നുള്ളൊരു രീതിയിൽ തന്നെ എത്തിക്കുകയും ചെയ്യും. ഒപ്പം തന്നെ എന്താണ് അവര് അതിന്റെ ആ റേറ്റുകളൊക്കെ കുറയ്ക്കുമ്പോഴെന്താണ് തീർച്ചയായിട്ടും നമുക്കറിയാം ചെറിയ ഒരു അനുപാതികമായിട്ടുള്ള ഒരു കോസ്റ്റ് മാത്രമാണ് എംപ്ലോയറിൽ നിന്ന് ഈടാക്കുകയുള്ളൂ. അപ്പൊ അവരും സാറ്റിസ്ഫൈഡ് ആണ്. കാരണം ചെറിയൊരു കോസ്റ്റ് റേറ്റ് അവരിൽ നിന്ന് ഈടാക്കുകയും ചെയ്യുന്നുണ്ട്, പക്ഷെ അവർക്ക് ഒരു ബെനിഫിറ്റ് കൊടുക്കുന്നുണ്ട് എന്നുള്ളൊരു അസംഷനിലേക്ക് എത്തുകയും ചെയ്യും. അപ്പൊ തീർച്ചയായിട്ടും എന്താണ് അവിടെ എംപ്ലോയർ സാറ്റിസ്ഫൈഡ് ആവും. കാരണം അവർക്ക് ഒരുപാട് കോസ്റ്റ് വരുന്നില്ല എങ്കിൽ കൂടി എംപ്ലോയിനെ തൃപ്തിപ്പെടുത്തുന്നത് കൂടി അവിടെ വരുന്നുണ്ട്. ഓക്കെ, ക്ലിയർ ആയോ? ണോ? ഓക്കെ. അപ്പൊ അവിടെ എപ്പോഴും ശ്രദ്ധിക്കുക ഇങ്ങനെയൊക്കെ ചെലവുകൾ ഇങ്ങനെയൊക്കെ എന്തെങ്കിലും ആനുകൂല്യങ്ങൾ നിശ്ചയിക്കുമ്പോൾ അവരുടെ വലുപ്പം കുറയ്ക്കാനായിട്ട് ശ്രമിക്കുക. അതോടൊപ്പം തന്നെ റേറ്റ് കുറയ്ക്കാനായിട്ട് ശ്രമിക്കുക.
പിന്നെ അവിടെ എംപ്ലോയിക്ക് ഒരു ബെനിഫിറ്റ് കിട്ടുന്നുണ്ടെന്നുള്ള ഒരു അസംഷനിൽ തന്നെ ചെറുതായിട്ടുള്ള റേറ്റ് അവരിൽ നിന്ന് ഈടാക്കാനായിട്ടും അങ്ങനെ സ്വന്തമായിട്ട് എന്താണ് എംപ്ലോയർ സ്വന്തം തൊഴിലുടമ എന്താണ് സ്വന്തം കോസ്റ്റിനെ റെഡ്യൂസ് ചെയ്യാനായിട്ട് പരമാവധി ശ്രമിക്കും. എന്താ പറയുന്നത്, apart from the plans of medical expenses, the different types of provisions and practices which are most common cost containment methods and are being implemented by many employers at present as stated below. നമുക്ക് അറിയാം ഇല്ലേ ഇതിന്റെ കാര്യങ്ങളൊക്കെ ഉണ്ടെന്നുള്ള കാര്യം അറിയാം. അപ്പൊ ഇതിന് പുറമെ നമുക്കറിയാം മെഡിക്കൽ എക്സ്പെൻസസ് ഒക്കെ കൊടുക്കുന്നുണ്ട് അല്ലെ, അവിടെ ചെറിയ ചെറിയ ബെനിഫിറ്റുകൾ കൊടുക്കുന്നതോടൊപ്പം തന്നെ മെഡിക്കൽ ആയിട്ടുള്ള എക്സ്പെൻസുകൾ അവർക്ക് വഹിക്കാനായിട്ട് പറ്റുന്നുണ്ട്. അല്ലെങ്കിൽ ഡിഫറെന്റ് ടൈപ്സ് ഓഫ് പ്രൊവിഷൻസ് ആൻഡ് പ്രാക്ടീസസ് വിച്ച് ആർ മോസ്റ്റ് കോമൺ കോസ്റ്റ് കണ്ടെയ്ൻമെന്റ് മെത്തേഡ് അല്ലെ, അവരെപ്പോഴും കോസ്റ്റ് കൺട്രോൾ ചെയ്തിട്ടുള്ള ഒരു പ്രാക്ടീസ് അല്ലെങ്കിൽ ഒരു പ്രൊവിഷനൊക്കെ ആയിരിക്കും തീർച്ചയായിട്ടും എംപ്ലോയർ അഡോപ്റ്റ് ചെയ്യുക. തീർച്ചയായിട്ടും അവിടെ ഒരു മെഡിക്കൽ എക്സ്പെൻസ് ഒക്കെ വഹിക്കുന്ന തരത്തിലുള്ള ഒരു അല്ലെ സാധാരണയായിട്ട് ഇൻഷുറൻസ് പോളിസികളൊക്കെയാണ് പൊതുവെ അവര് ഇംപ്ലിമെന്റ് ചെയ്യാറ് അല്ലെ. അപ്പൊ ഇത്തരത്തില് പലതരത്തിലുള്ള ഇംപ്ലിമെന്റേഷൻ ഈ ഒരു എംപ്ലോയിക്ക് വേണ്ടിയിട്ട് എംപ്ലോയർ ചെയ്യുന്നുണ്ട്. അതുമായി ബന്ധപ്പെട്ട കുറച്ച് കാര്യങ്ങളാണ് താഴെ പറയുന്നത്. ഫസ്റ്റ് വൺ പറയുന്നത് alternative techniques of funding which help in improving cash flow and reducing administrative cost. അപ്പൊ ഇങ്ങനെ ഈ സഹായങ്ങളൊക്കെ കൊടുക്കുമ്പോൾ അപ്പൊ തീർച്ചയായിട്ടും നമ്മൾ ഒരു കാര്യം മനസ്സിലാക്കി, കോസ്റ്റ് കണ്ടെയ്ൻമെന്റ് അതായത് കോസ്റ്റ് എപ്പോഴും കൺട്രോൾ ചെയ്യാനായിട്ടുള്ള ഒരു കാര്യങ്ങളാണ് പരമാവധി അവര് ശ്രദ്ധിക്കുക അല്ലെ. അപ്പൊ ആ ഒരു കാര്യങ്ങൾ നോക്കുമ്പോൾ അതിന് പല രീതികളുണ്ട് അല്ലെ, പല രീതികളിൽ കൂടെ തന്നെ അവര് ഇത് അപ്ലൈ ചെയ്യാനായിട്ട് ശ്രമിക്കും. ഫസ്റ്റ് ഒരു കാര്യം എന്ന് പറയുന്നത് ഓൾട്ടർനേറ്റീവ് ടെക്നിക്സ് ഓഫ് ഫണ്ടിങ് വിച്ച് ഹെൽപ്പ് ഇൻ ഇംപ്രൂവിംഗ് ക്യാഷ് ഫ്ലോ ആൻഡ് റെഡ്യൂസിങ് അഡ്മിനിസ്ട്രേറ്റീവ് കോസ്റ്റ്. അതായത് ഇതര സാങ്കേതിക വിദ്യകൾ അവര് ആസൂത്രണം ചെയ്യും. അതായത് ഏതെങ്കിലും രീതിയിൽ അല്ലെ പണമൊഴുക്ക് മെച്ചപ്പെടുത്തുന്നതിന് വേണ്ടിയിട്ടും അതോടൊപ്പം തന്നെ അഡ്മിനിസ്ട്രേറ്റീവ് ആയിട്ടുള്ള കോസ്റ്റ് കുറയ്ക്കുന്ന തരത്തിലുമുള്ള പല ടെക്നിക്കുകളും അവര് സാങ്കേതിക രീതികളും അവര് കൊണ്ടുവരാനായിട്ട് ശ്രമിക്കും. നെക്സ്റ്റ് വൺ പറയുന്നത് ഡൈവേഴ്സിങ് എ കോമ്പറ്റീറ്റീവ് bidding among the insurance firms and third party administrators which can reduce the administrative cost. അതായത് അവിടെ ഒരു ഇടനിലക്കാരന്റെ ഒരു പ്രൊവിഷൻ ആയിട്ട് നിൽക്കാനായിട്ട് അവർ ശ്രമിക്കും. അതായത് അഡ്മിനിസ്ട്രേറ്ററിന്റെ ഇടയിലും ഒരു എന്താണ് ഇൻഷുറൻസിന്റെ അല്ലെ അത് നൽകുന്ന വ്യക്തികളുടെ ഇടയ്ക്ക് ഒരു ഇടനിലക്കാരനായിട്ട് നിൽക്കുമ്പോൾ നമുക്കറിയാം അവിടെ കോസ്റ്റ് കുറച്ചുകൂടി കുറയും ഇല്ലേ, കുറയില്ലേ? അങ്ങനെ നിൽക്കില്ലേ? എല്ലായ്പ്പോഴും നമുക്കറിയാലോ ഇൻഷുറൻസ് ഒക്കെ കൊടുക്കുമ്പോൾ ഇൻഷുറൻസ് പ്രൊവൈഡ് ചെയ്യുന്നവരും അതേമാതിരി തന്നെ ആ സ്ഥാപനവും അവിടെ ഒരു മധ്യവർത്തിയായിട്ട് നിൽക്കും. അപ്പൊ അവിടെ ഏതെങ്കിലും ഇൻഷുറൻസ് പാക്കേജുകൾ നമുക്ക് എംപ്ലോയർക്ക് ഒരുപാട് കോസ്റ്റ് കൊടുക്കാതെ തന്നെ പറ്റുമെങ്കിൽ അതായിരിക്കും അവർ സെലക്ട് ചെയ്യുക. ശരിയല്ലേ? ക്ലിയർ ആവുന്നുണ്ടോ? അതായത് കോസ്റ്റ് കുറയ്ക്കുന്നതിന് വേണ്ടിയിട്ട് ഒന്നാമതായിട്ട് പല ടെക്നിക്കുകളും അവർ അവലംബിക്കും. രണ്ടാമതായിട്ട് അതായത് ക്യാഷ് ഫ്ലോ അല്ലെ നമുക്ക് ഇംപ്രൂവിങ് ക്യാഷ് ഫ്ലോ, ക്യാഷിന്റെ ഒഴുക്ക് കിട്ടുകയും വേണം, അതോടൊപ്പം തന്നെ ചെലവ് കുറയ്ക്കുകയും ചെയ്യുന്ന പല സാങ്കേതിക വിദ്യകളും അവർ ഉപയോഗിക്കുന്നു പറയുന്നു. സെക്കൻഡ് വൺ പറയുന്നത് എന്താണ്, ബൈഡിങ് എമംഗ് ദ ഇൻഷുറൻസ് ഫേംസ് ആൻഡ് തേർഡ് പാർട്ടി അഡ്മിനിസ്ട്രേറ്റർ അല്ലെ. അവിടെ പൊതുവെ ഇങ്ങനെ ഇടനിലക്കാരായിട്ട് വർദ്ധിക്കുന്ന ഒരു പ്രവർത്തനമാണ് അവിടെ കാഴ്ചവെക്കുന്നത്. അങ്ങനെ വരുമ്പോൾ എന്താണ് അഡ്മിനിസ്ട്രേറ്റീവ് കോസ്റ്റുകളൊക്കെ റിഡ്യൂസ് ചെയ്ത് വരാനായിട്ട് സാധിക്കുന്നു. ഡിഫറെന്റ് ടൈപ്സ് ഓഫ് എംപ്ലോയി അസിസ്റ്റൻസ് ആൻഡ് wellness programs which can control future medical claims and reduce absenteeism. അതായത് നമുക്കറിയാം ചിലപ്പോഴൊക്കെ അല്ലെ നല്ല രീതിയിൽ ഒരു ക്ഷേമ പ്രവർത്തനങ്ങളൊക്കെ നടത്തുമ്പോൾ അല്ലെ വെൽനസ് പ്രോഗ്രാംസ് എംപ്ലോയീസ് അസിസ്റ്റൻസ് ആൻഡ് വെൽനസ് പ്രോഗ്രാംസ് അവരെ അസിസ്റ്റ് ചെയ്യുന്ന പ്രോഗ്രാമുകളും കാര്യങ്ങളൊക്കെ ചെയ്യുമ്പോഴെന്താണ് ഫ്യൂച്ചറിൽ മെഡിക്കൽ ക്ലെയിം കിട്ടും അല്ലെ. അങ്ങനെ വരുമ്പോഴെന്താണ് അവര് പൊതുവെ നമുക്കറിയാം ഇന്ന ദിവസവും വർക്ക് ചെയ്താലൊക്കെ മാത്രമാണ് ചില ക്ലെയിമുകളൊക്കെ നമുക്ക് അനുകൂലമായിട്ട് കിട്ടുള്ളൂ. അപ്പൊ അങ്ങനെ വരുമ്പോഴെന്താണ് അവിടെ പൊതുവെ ആബ്സെന്റീസ് ആവാനായിട്ട് അവര് ശ്രമിക്കില്ല അല്ലെ. എംപ്ലോയിനെ സംബന്ധിച്ച് ആബ്സെന്റീസം ഒഴിവാക്കാനായിട്ട് ശ്രമിക്കും. അവര് എല്ലാ ദിവസവും തന്നെ ഹാജരാവാനായിട്ട് ശ്രമിക്കും എന്നുള്ളതാണ് മറ്റൊരു പോയിന്റ് എടുത്ത് പറയുന്നത്. അപ്പൊ കോസ്റ്റ് കുറയ്ക്കാനായിട്ടുള്ള തന്ത്രങ്ങൾ ഉപയോഗിക്കുന്നതോടൊപ്പം തന്നെ അവിടെ എംപ്ലോയീസിന് ആബ്സെന്റീസ് ഒക്കെ ഒഴിവാക്കാനായിട്ടുള്ള പല തന്ത്രങ്ങളും ഇതിലൂടെ നടപ്പാക്കി പോകുന്നുണ്ട്. ക്ലിയർ ആവുന്നുണ്ടോ? കേളെ ക്യാച്ച് ചെയ്യാൻ പറ്റുന്നില്ലേ? കേളെ കണ്ടിന്യൂ ചെയ്ത് പൊക്കോട്ടെ. വായിച്ചു നോക്കണോ? നിങ്ങൾക്ക് ജസ്റ്റ് വായിച്ചു നോക്കാം. ഏതെങ്കിലും പോയിന്റ്സ് ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിക്കാം.
ഓക്കെ ആണോ? കണ്ടിന്യൂ ചെയ്ത് പോട്ടെ. കോസ്റ്റ് കണ്ടെയ്ൻമെന്റ് വായിച്ചു നോക്കുന്നുണ്ടോ? ആരും റിപ്ലൈ ഒന്നും തരുന്നില്ല. ഓക്കെ ആണോ നിങ്ങള്? അപ്പോ ഇനി നെക്സ്റ്റ് നോക്കുകയാണെങ്കിൽ കൺസിഡറിങ് ദ മോസ്റ്റ് പ്ലാൻസ്, നമ്മളിവിടെ കോസ്റ്റ് കൺട്രോൾ ചെയ്യുന്ന കുറച്ച് കാര്യങ്ങൾ, അതായത് എംപ്ലോയർക്ക് അനുകൂലമായതും ഒപ്പം തന്നെ എംപ്ലോയറെ പിടിച്ചു നിർത്താൻ പറ്റുന്ന കുറച്ച് കാര്യങ്ങളാണ് പറഞ്ഞു പോകുന്നത്. ഇവിടെ ഇനി നെക്സ്റ്റ് നോക്കുകയാണെങ്കിൽ കൺസിഡറിങ് ദ മോസ്റ്റ് പ്ലാൻസ് വിച്ച് ആർ ഫോർമുലേറ്റഡ് ബൈ ദ എംപ്ലോയേഴ്സ് ഓൾസോ കവർ ദ ഡിപെൻഡൻസ്. നമ്മുടെ എംപ്ലോയർ പ്ലാനുകളൊക്കെ എടുക്കുമ്പോൾ അല്ലെ, തീർച്ചയായിട്ടും നമ്മൾ കണ്ടായിരുന്നു ആർക്കൊക്കെ കൊടുക്കണം എന്നുള്ള കാര്യമൊക്കെ ആദ്യം ചിന്തിക്കണം എന്നുള്ളത് അല്ലെ. അപ്പൊ സാധാരണയായിട്ട് ആശ്രിതർക്ക് കൊടുക്കുന്ന ഒരു കാര്യം കൂടി അവിടെ എപ്പോഴും കൺസിഡർ പരിഗണിക്കുന്നുണ്ട്. The awareness has also increased with respect to inform the dependents of the employees about the different types of benefits plans organized by the firm. അവിടെ നമുക്കറിയാം ആ ഒരു ധാരണ അല്ലെ, അവിടെ അവരെയും കൂടി കൺസിഡർ ചെയ്യുന്നുണ്ട് എന്നുള്ള ധാരണ വരുമ്പോൾ തീർച്ചയായിട്ടും നമുക്കറിയാം ആ കമ്പനിയോട് ഒരു പ്രത്യേക മമത അല്ലെ, ഒരു ബഹുമാനം കൂടി ഇവർക്ക് ഇവിടെ ഉടലെടുക്കുകയാണ്. അപ്പൊ തീർച്ചയായിട്ടും എന്താണ്, അവർക്ക് ആത്മാർത്ഥമായിട്ട് ജോലി ചെയ്യാനായിട്ട് ശ്രമം വരും അല്ലെ. ഓട്ടോമാറ്റിക്കലി നമുക്ക് മാത്രമല്ല നമ്മുടെ ഡിപെൻഡൻസിനും കൂടി എന്തെങ്കിലും ആനുകൂല്യം കിട്ടുമല്ലോ എന്നുള്ള ഒരു കൺസിഡറേഷനും കൂടി അവിടെ വരുന്നു. Then employees about different types of benefits plan organized by the firm. അത് അനുസരിച്ചിട്ട് തന്നെയാണ് ആ ഫേം അതിനനുസരിച്ചിട്ടുള്ള ചട്ടക്കൂടൊക്കെ തയ്യാറാക്കുന്നത്. അതിന്റെ എക്സാമ്പിൾ പറയുന്നുണ്ട്, ഇൻ ബെനിഫിറ്റ് ഓറിയന്റേഷൻ സ്പോൺസേഴ്സ് ക്യാൻ ബി ഇൻവൈറ്റഡ് ടു പാർട്ടിസിപ്പേറ്റ്. ഇൻ കേസ് ഇങ്ങനെ ബെനിഫിറ്റ് ഒക്കെ പ്ലാൻ ചെയ്യുമ്പോൾ ഓറിയന്റേഷൻ പ്രോഗ്രാമുകളൊക്കെ സെറ്റ് ചെയ്യുന്നതോടൊപ്പം തന്നെ അവരെയെല്ലാം സംഘടിപ്പിക്കും. അപ്പൊ അവരെയും കൂടി വിളിച്ചു കൂട്ടിയിട്ട് കാര്യങ്ങളൊക്കെ ചെയ്യുമ്പോൾ എന്താണ്, അവർക്ക് ഒരു അല്ലെ മുൻതൂക്കം കിട്ടുന്നുണ്ട് എന്നുള്ള ഒരു ധാരണയും കൂടി അവരുടെ ഉള്ളിൽ വരുന്നു. തീർച്ചയായിട്ടും അവിടെയുള്ള എംപ്ലോയീസിന് എന്താണ്, അതൊരു പ്രത്യേക അല്ലെ ആ ഒരു ഓർഗനൈസേഷനിൽ വന്ന് വർക്ക് ചെയ്യാനുള്ള താല്പര്യം അവർക്ക് വർദ്ധിക്കുകയാണ് ആ ടൈമിൽ ചെയ്യുന്നത്. ഓക്കെ, ക്ലിയർ ആയോ? ഇവിടെ നമ്മൾ കോസ്റ്റ് കൺട്രോളിംഗ് എന്നുള്ള പോയിന്റിനോടൊപ്പം തന്നെ എന്താണ്, അവിടെ എംപ്ലോയീസിനെയും കൂടി അവിടെ പിടിച്ചു നിർത്താനുള്ള കാര്യങ്ങൾ കൂടി അല്ലെ, അവരുടെ കോസ്റ്റ് കുറയ്ക്കാനായിട്ടും അവർക്കും കൂടി പങ്ക് അല്ലെ, ഡിപെൻഡൻസിനും കൂടി അവിടെ ആനുകൂല്യങ്ങൾ ലഭിക്കുന്ന മാറ്ററും കൂടി ഇവിടെ ഡിസ്കസ് ചെയ്ത് പോകുന്നുണ്ട്. ഓക്കെ, ക്ലിയർ ആയോ? നെക്സ്റ്റ് നമുക്ക് നോക്കാം കമ്മ്യൂണിക്കേഷൻ. അടുത്തൊരു പോയിന്റ്, അതായത് നമ്മളിങ്ങനെ ബെനിഫിറ്റ്സ് ഫ്രഞ്ച് ബെനിഫിറ്റ്സുകളുടെ മറ്റൊരു പോയിന്റ് ആണ് കമ്മ്യൂണിക്കേഷൻ. നമുക്കറിയാം നല്ലൊരു ആശയവിനിമയം ഉണ്ടാവണം അല്ലെ. ഏതൊരു കാര്യമാണെങ്കിലും തീരുമാനങ്ങളൊക്കെ എടുക്കുമ്പോൾ നല്ലൊരു ആശയവിനിമയം ഉണ്ടെങ്കിൽ ആ തീരുമാനങ്ങളെല്ലാം എല്ലാവർക്കും കൂടി അല്ലെ താല്പര്യപൂർവ്വമാണ് എങ്കിൽ തീർച്ചയായിട്ടും അതെന്താണ്, അത് ബെറ്റർ ആയിരിക്കും അല്ലെ. എപ്പോഴും അത് പാലിക്കാനായിട്ട് എല്ലാവരും നടപ്പാക്കാനായിട്ട് അല്ലെ, അല്ലെങ്കിൽ ആ ഓർഗനൈസേഷന്റെ ലക്ഷ്യങ്ങളൊക്കെ നേടിയെടുക്കാനൊക്കെ ആയിട്ട് എല്ലാവരും കൂട്ടായ ശ്രമം പരമാവധി ശ്രമിക്കും എന്നുള്ളതാണ്. നോക്കാം എന്താണുള്ളത്. Earlier, not much attention was paid towards communicating different types of benefits planned to the employees by the employer. അതായത് നമുക്കറിയാം പഴയ കാലഘട്ടങ്ങളിലൊന്നും ഒരുപാട് കമ്മ്യൂണിക്കേഷൻ കാര്യങ്ങളൊന്നും ഇങ്ങനെ ഇത്തരം കാര്യങ്ങൾക്കല്ലേ പ്രാധാന്യത്തിന് വേണ്ടിയിട്ടൊന്നും ഇത്തരം കാര്യങ്ങൾക്ക് വേണ്ടിയിട്ട് കൊടുക്കാറില്ല. The main attitude behind this was that the employers thought that any kind of a benefit which is provided to the employees will be appreciated by them. അവരുടെ അല്ലെ പഴയ കാലഘട്ടത്തിൽ ഇങ്ങനെ എന്തെങ്കിലും കൊടുക്കുക എന്നുള്ളത് എന്താണ്, അതൊരു അപ്രീസിയേഷൻ അല്ലെ, ഒരു അംഗീകാരം, അത് അവർക്ക് ഒരു മുൻതൂക്കം കിട്ടുന്ന ഒരു സംഭവം എന്നുള്ള ഒരു ധാരണയായിരുന്നു പഴയ കാലഘട്ടത്തില്. പക്ഷെ ഇപ്പൊ നമുക്കറിയാം എല്ലാ കമ്പനികളും ഓഫർ ചെയ്യുന്ന കാര്യങ്ങളാണ് അല്ലെ, ഒരു കമ്പനി മാത്രം നൽകുന്ന ഒരു കാര്യമൊന്നല്ല. ശരിയല്ലേ? ബെനിഫിറ്റുകളൊക്കെ മിക്കവാറും കമ്പനികളൊക്കെ തരില്ലേ ആണോ? മനോഭാവങ്ങൾക്കൊക്കെ മാറ്റങ്ങളുണ്ടോ? അതെ. അപ്പൊ ചില നമുക്കറിയാം അവരതിൻ്റെതനുസരിച്ചിട്ട് കുറച്ച് എയിമും കൂടി ഉണ്ടെന്നുള്ള കാര്യം കൂടി നമുക്ക് എല്ലാവർക്കും അറിയാം അല്ലെ. അത് സാധാരണയായിട്ട് ആ ഒരു എന്താ പറയണ പ്രൗഡ് അല്ലെ, ആ ഒരു അംഗീകാരമൊന്നും അവർക്ക് പുലർത്തേണ്ട ഒരു കാര്യമില്ല. കാരണം ഇപ്പൊ മിക്കവാറും എല്ലാ കമ്പനികളും നൽകുന്ന ഒരു കാര്യം കൂടിയാണ്. The literature prepared by the insurance company for coverage was the only available information which was provided to the employees. പൊതുവെ അതിന്റെ ആ ഒരു അല്ലെ ആ ഒരു ഇൻഷുറൻസ് കാര്യങ്ങളൊക്കെ എങ്ങനെയാണ് അങ്ങനെയൊക്കെയുള്ള പ്രധാനപ്പെട്ട ഡീറ്റെയിൽസ് മാത്രമാണ്
എന്താണ് എംപ്ലോയീസിന് കൃത്യമായിട്ട് മനസ്സിലാക്കി കൊടുക്കുന്നുള്ളൂ. ബട്ട് ഇൻ ദ റീസെന്റ് പാസ്റ്റ് the situation has changed significantly. നമുക്കറിയാം പ്രധാനമായിട്ടും ഈ ഒരു സിറ്റുവേഷൻ ഒക്കെ ചേഞ്ച് ചെയ്തു. കാരണം നമുക്കറിയാം എല്ലാ കമ്പനികളും ഇങ്ങനെ ഓഫർ ചെയ്യുന്നത് തന്നെയാണ്, അല്ലാതെ ആ ഒരു പ്രത്യേക കമ്പനി മാത്രമല്ല അത് ഓഫർ ചെയ്യുന്നത്. The different types of information related to benefits plan are required to be given to the employees by the employer according to the legal framework. അത് മാത്രമല്ല നമുക്കറിയാം ഇത് അല്ലെ പൊതുവെ ഇപ്പൊ എന്താണ് സാധാരണയായിട്ട് ചില കാര്യങ്ങളൊക്കെ നിയമപരമായിട്ട് തന്നെ നടപ്പാക്കി കൊടുക്കേണ്ടതുണ്ട് അല്ലെ. The different types of information related to benefit plans are required to be given to the employees by the employer according to the legal framework. അത് ലീഗലായിട്ട് തന്നെ ഇഷ്യൂ ചെയ്ത് അവർക്ക് ഇൻഫോർമേഷൻസ് കൊടുക്കേണ്ട ഒരു അവസ്ഥ കൂടി ഇന്നുണ്ട് അല്ലെ. എന്തൊക്കെ ആനുകൂല്യമാണ് ഇതിന് ഇവർക്ക് അനുകൂലമായിട്ടുള്ള കാര്യങ്ങളൊക്കെ കൊടുക്കേണ്ടതുണ്ടോ എന്നുള്ളതൊക്കെ ക്വസ്റ്റ്യൻസ് ചെയ്ത് വരാനായിട്ടുള്ള ഒരു കാര്യം കൂടി ഉള്ളത് കൊണ്ട് തന്നെ നിയമപരമായ ചട്ടക്കൂട് ഈ ഇൻഫോർമേഷൻസ് ഒക്കെ ഫോം ചെയ്ത് തന്നെ അവര് അറിയിക്കേണ്ടത് കൂടിയുണ്ട്. Then apart from this, most of the employers found that the employees are not serious about the different types of benefits plans and they do not understand the significance of these benefits plans for themselves and for their families. അതായത് നമുക്കറിയാം ഇപ്പോ ഇതൊരു ഗൗരവപൂർവ്വം എടുക്കേണ്ട ഒരു കാര്യമാണ് നമുക്ക് അല്ലെ, എംപ്ലോയറെ സംബന്ധിച്ച് ഗൗരവപൂർവ്വം എടുക്കേണ്ട ഒരു കാര്യം തന്നെയാണ്. കാരണം മിക്കവാറും എല്ലാ കമ്പനികളും ഓഫർ ചെയ്യുന്നുണ്ട്, അത് മാത്രമല്ല ലീഗൽ ഇഷ്യൂസും വരാനുള്ള സാധ്യതകളുണ്ട്. അപ്പൊ അതുകൊണ്ട് തന്നെ ബെനിഫിറ്റ്സിനെ കുറിച്ചിട്ടുള്ള എല്ലാ ഡീറ്റെയിൽസും ആർക്ക് പങ്കുവെക്കേണ്ടതാണ്? ആർക്ക് പങ്കുവെക്കേണ്ടതാണ്? അപ്പൊ നമ്മള് ബെനിഫിറ്റ്സിനെ കുറിച്ചിട്ടുള്ള കാര്യങ്ങളൊക്കെ മനസ്സിലാക്കി കൊടുക്കേണ്ടത് എംപ്ലോയീസിന് അല്ലെ. അപ്പൊ ഇതെന്ന് പറയുന്നത് കണ്ടെത്തുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് എന്താണ്? എംപ്ലോയേഴ്സ് ഫൗണ്ട് ദാറ്റ് ദ എംപ്ലോയീസ് ആർ നോട്ട് സീരിയസ് അബൌട്ട് ദ ഡിഫറെന്റ് ടൈപ്സ് ഓഫ് ബെനിഫിറ്റ് പ്ലാൻസ്. അങ്ങനെ ഒരു വലിയ സീരിയസ് ഇല്ലെന്ന് കണ്ടെത്തുന്നുണ്ട്. പക്ഷെ നമുക്കറിയാം ലീഗലി അതൊരു കാര്യമുണ്ട് അല്ലെ. They do not understand the significance of these benefits plan for themselves. അതുകൊണ്ട് തന്നെ തങ്ങൾക്ക് അല്ലെ കൂടുതൽ കാര്യങ്ങൾ നമുക്കറിയാം അവർക്ക് മാത്രമല്ല അവരുടെ ഫാമിലി മെമ്പേഴ്സിനെയും കൂടി കൺസിഡർ ചെയ്യണം അല്ലെ. അവർക്കും കൂടി കുടുംബത്തിനെയും കൂടി ആശ്രിതർക്കും കൂടി പങ്കുവെക്കേണ്ടതുണ്ട് അല്ലെ. അപ്പൊ തുടർന്ന് കുടുംബത്തിലെ ഉള്ളവർക്കും കൂടി മനസ്സിലാക്കി കൊടുക്കേണ്ട ഒരു അവസ്ഥ കൂടിയുണ്ട്. സോ മോറോവർ അത് കൂടാതെ എന്താണ് കൂടുതൽ പറയുന്നത്? മാത്രമല്ല the cost which is incurred by the employer is not recognized by them. അതായത് നമുക്കറിയാം അവർക്ക് അവരെ തിരിച്ചറിയണമെന്നില്ല അല്ലെ. ഇതിനു വേണ്ടിയിട്ട് എന്തൊക്കെ കോസ്റ്റ് ആണ് ചെലവഴിക്കുന്നതെന്ന് ചിലപ്പോണെങ്കിൽ അവര് തിരിച്ചറിയണമെന്നില്ല. കാരണം അതൊക്കെ ഒരു നാച്ചുറലി കൊടുക്കേണ്ട ഒരു രീതി പോലെയായി അല്ലെ. പണ്ടത്തെ മാതിരിയുള്ള ഒരു ഇതല്ല. ഇപ്പൊ നമുക്കറിയാം എല്ലാവരും തന്നെ ഓഫർ ചെയ്ത് കൊടുക്കുന്നത് കൊണ്ട് തന്നെ ഇതൊരു അംഗീകാരം കിട്ടുന്ന ഒരു പോസ്റ്റ് ഒന്നും അല്ലാത്ത രീതിയിലേക്കായി. The dissatisfaction which arises due to different type of misunderstanding regarding the benefit plans can reduce significantly with the help of effective communication. അപ്പൊ ചിലതൊക്കെ എന്താ പറയാ നമ്മളിങ്ങനെ വലിയ എന്താ പറയുക എംപ്ലോയർ കൊടുക്കുന്ന ഈ ബുദ്ധിമുട്ടി കൊടുക്കുന്ന കാര്യങ്ങൾക്കൊന്നും വലിയ പ്രാധാന്യമൊന്നും വരാത്തത് കൊണ്ട് തന്നെ അവരെ മനസ്സിലാക്കി തന്നെ പറഞ്ഞു കൊടുക്കുന്ന ഒരു ഘട്ടത്തിലേക്ക് എത്തുകയാണ്. അവരുടെ ഫാമിലി മെമ്പേഴ്സിന് ചില കാര്യങ്ങളൊക്കെ കൊടുക്കുന്നുണ്ട്. ഇതന്നെ എന്താ പറയുന്നത് എല്ലാ കമ്പനികളും കൊടുക്കുന്നത് കൊണ്ട് തന്നെ ഇതിന് വലിയ പ്രാധാന്യമൊന്നും ഇല്ലാത്തൊരു ഘട്ടത്തിലേക്ക് വരുമ്പോൾ എത്രത്തോളം റിസ്ക് എംപ്ലോയർ ഈ കാര്യങ്ങൾക്ക് വഹിക്കുന്നുണ്ട് എന്ന് കറക്റ്റ് ആയിട്ട് അവർക്ക് മനസ്സിലാക്കി കൊടുക്കേണ്ട ഒരു ആവശ്യകതയിലേക്ക് വരും. അപ്പോ നമ്മൾ പറഞ്ഞ പോയിന്റിലേക്ക് വരികയാണ്. അവിടെ ഏറ്റവും കൂടുതൽ അപ്പൊ എഫക്റ്റീവ് ആയിട്ട് വരുന്നത് എന്തായിരിക്കും? നല്ലൊരു ബെറ്റർ കമ്മ്യൂണിക്കേഷൻ ആയിരിക്കും. ഓക്കെ അല്ലേ? അപ്പൊ എന്താ പറയുന്ന ഡിസാറ്റിസ്ഫാക്ഷൻ വിച്ച് അറൈസ് ഡ്യൂ ടു ഡിഫറെന്റ് ടൈപ്സ് ഓഫ് മിസ്അണ്ടർസ്റ്റാൻഡിങ്സ് റിഗാർഡ് ദ ബെനിഫിറ്റ്സ്. ബെനിഫിറ്റിനെ കുറിച്ചിട്ട് വലിയ അംഗീകാരമൊന്നും കിട്ടാത്തത് കൊണ്ട് തന്നെ എന്താണ് ക്യാൻ ബി റിഡ്യൂസ് സിഗ്നിഫിക്കന്റ്ലി വിത്ത് ദ ഹെൽപ്പ് ഓഫ് എഫക്റ്റീവ് കമ്മ്യൂണിക്കേഷൻ. നല്ലൊരു കമ്മ്യൂണിക്കേഷൻ ഉണ്ടെങ്കിൽ അതിന്റെ ആ ഒരു ഹെൽപ്പ് കൊണ്ട് ഇത്തരത്തിലുള്ള പ്രശ്നങ്ങളൊക്കെ പരിഹരിച്ചു പോകാനായിട്ട് സാധിക്കും. ഓക്കെ, ക്ലിയർ ആയോ? എന്താണ് കമ്മ്യൂണിക്കേഷന്റെ ഇതുകൊണ്ടുള്ള ആശയം എന്താന്നുള്ളത്? ഫസ്റ്റ് പോയിന്റിൽ നമ്മൾ മനസ്സിലാക്കി വലിയ അല്ലെ എല്ലാ കമ്പനികളും കൊടുക്കുന്നത് കൊണ്ട് ഇത് വലിയ പ്രാധാന്യമൊന്നും ഇല്ലാതെ വരുന്നു. ദെൻ എന്താണ് ഇതിന് അവർക്ക് അല്ലെ ചിലതൊക്കെ ലീഗലി തന്നെ നടപ്പാക്കി കൊടുക്കേണ്ട ഒരു ആവശ്യകതയൊക്കെ ആയതുകൊണ്ട് തന്നെ ഇതിന് വലിയ അല്ലെ മിക്കവാറും കമ്പനികൾ കൊടുക്കുന്നതാണല്ലോ എന്നുള്ള ഒരു മൈൻഡിലേക്ക് എത്തുന്നു.
പക്ഷെ അവിടെ തീർച്ചയായിട്ടും നമുക്കറിയാം എംപ്ലോയർ കുറച്ച് കാര്യങ്ങളൊക്കെ കോസ്റ്റൊക്കെ വഹിക്കുന്നുണ്ട് അല്ലെ. അപ്പൊ അത് ആശ്രിതർക്ക് വേണ്ടിയിട്ടും ഒക്കെ അവര് റിസ്ക് എടുക്കുന്നത് കൊണ്ട് അതിന്റെ പ്രാധാന്യത്തെ കുറിച്ചിട്ട് അവിടെയുള്ള എംപ്ലോയീസിനെ ബോധ്യവാന്മാരാക്കുന്നതിന് വേണ്ടിയിട്ട് പ്രധാനമായിട്ടും നമുക്ക് അവിടെ നല്ല ബെറ്റർ കമ്മ്യൂണിക്കേഷൻ ആവശ്യമായിട്ട് വരുന്നു. ഇനി നെക്സ്റ്റ് നോക്കാം. ദിസ് ക്യാൻ ഓൾസോ ഹെൽപ്പ് ഡിക്രീസ് ദ എംപ്ലോയി ടേൺ ഓവർ ബേസ്ഡ് അപ്പോൺ ദ ഡിഗ്രി ടു വിച്ച് ദ എംപ്ലോയീസ് അണ്ടർസ്റ്റാൻഡ് ദ റിയൽ വാല്യൂ ഓഫ് ദീസ് ബെനിഫിറ്റ്സ് പ്ലാൻസ്. അതായത് നമുക്കറിയാം ഒരു യഥാർത്ഥ വാല്യൂ അല്ലെ, എത്രത്തോളം യഥാർത്ഥമുള്ള ഒരു മൂല്യമുള്ള ഒരു ബെനിഫിറ്റുകളാണ് എന്നുള്ളത്, അതിന്റെ വ്യാപ്തി അല്ലെ, എത്രത്തോളം അതിന്റെ ആവശ്യകത വരുന്നുണ്ട് അല്ലെ, എത്രത്തോളം റിസ്ക് എടുത്തിട്ടാണ് നിങ്ങൾക്ക് തരുന്നത് അല്ലെ, അതിനെ കുറിച്ചുള്ള ഒരു ആശയക്കുഴപ്പമൊക്കെ ഉണ്ടെങ്കിൽ അത് കുറയ്ക്കാനായിട്ട് ഈ ഒരു കമ്മ്യൂണിക്കേഷൻ കൊണ്ട് സാധിക്കും. ചിലപ്പോ നമുക്കറിയാം എംപ്ലോയീസിന്റെ കുറച്ച് കോൺട്രിബ്യൂഷൻ ഒക്കെ കൂട്ടിയിട്ടായിരിക്കും അവർക്ക് ചില ബെനിഫിറ്റ്സുകളൊക്കെ കൊടുക്കുന്നത്. അപ്പൊ പല ആശയക്കുഴപ്പങ്ങളും ഉണ്ടാവാം അല്ലെ. ഈ റിസ്ക് എടുക്കുന്നത് കൊണ്ട് നമുക്ക് എന്താ ബെനിഫിറ്റ് അല്ലെ, എംപ്ലോയിക്ക് എന്താണ് ബെനിഫിറ്റ് എന്നൊക്കെ, അതിനേക്കാൾ കൂടുതൽ ബെനിഫിറ്റ് എംപ്ലോയർക്കാണോ എന്നൊക്കെ ഉള്ള ഒരു സംശയങ്ങൾ വരാം അല്ലെ. അപ്പൊ യഥാർത്ഥമായിട്ടുള്ള വാല്യൂ എന്താണെന്നുള്ളത് കൃത്യമായിട്ട് മനസ്സിലാക്കണമെങ്കിൽ തീർച്ചയായിട്ടും അവിടെ ഒരു ബെറ്റർ കമ്മ്യൂണിക്കേഷൻ ആവശ്യമാണ്. അതുകൊണ്ടാണ് ദിസ് ക്യാൻ ഹെൽപ്പ് ഓൾസോ ഹെൽപ്പ് ഡിക്രീസ് ദ എംപ്ലോയി turnover based upon the degree to which the employees understand the real value of this benefits plan. At the same time, the significance of a communication for gaining support of employers is also recognized by the employees, so that the attempt of cost containment become a success. ഓക്കെ, നമ്മളിപ്പോ കൃത്യമായിട്ട് തന്നെ അല്ലെ എംപ്ലോയർക്ക് കൃത്യമായിട്ട് തന്നെ അംഗീകാരം കിട്ടിയാൽ മാത്രമാണ് തീർച്ചയായിട്ടും ആ ഒരു ബെനിഫിറ്റ് കൊടുക്കുന്നതിനെ കൊണ്ടുള്ള നേട്ടമുള്ളൂ അല്ലെ. അവര് എന്തെങ്കിലും ബെനിഫിറ്റ് കൊടുക്കുന്നുണ്ടെങ്കിൽ എംപ്ലോയി ഓക്കെ, ഞങ്ങൾക്ക് വേണ്ടിയിട്ട് റിസ്ക് എടുക്കുന്നുണ്ട് എന്നുള്ള ഒരു ബോധവാന്മാരാവണം അല്ലെ. എങ്കിൽ മാത്രമാണ് അവര് മാക്സിമം എഫോർട്ടോട് കൂടിയിട്ട് വർക്ക് ചെയ്യാനായിട്ട് സന്നദ്ധരാവുള്ളൂ. ശരിയല്ലേ? ശരിയാണോ? ഓക്കെ, അപ്പൊ അങ്ങനെ വരണമെങ്കിൽ എന്താണ് ചിലവ് നമ്മൾക്ക് ഓക്കെ, നമ്മളെ കോസ്റ്റ് കണ്ടെയ്ൻമെന്റ് ബിക്കം സക്സസ്. അത്രയും കോസ്റ്റ് നിയന്ത്രണമൊക്കെ നടത്തി നമ്മൾ റേറ്റ് ഒക്കെ കുറച്ചൊക്കെ കൊണ്ടുവന്ന് അവർക്ക് ഒരുപാട് ബർഡനൊക്കെ ആക്കാതെ അവർക്ക് കുറച്ച് ആനുകൂല്യങ്ങളെ ലഭ്യമാക്കുന്നതിന്റെ വിജയത്തിലേക്ക് എത്തണമെങ്കിൽ തീർച്ചയായിട്ടും എംപ്ലോയീസ് അതിന് അംഗീകാരം കൊടുക്കണം. ഇത്രയും ഓക്കെ ശരിയാണ്, നമ്മളെ കൊണ്ട് കുറച്ച് പേയ്മെന്റ് ഒക്കെ ഈടാക്കുന്നുള്ളൂ, പക്ഷെ നമ്മുടെ ഭാവിയിലേക്ക് ഇൻഷുറൻസ് ഒക്കെ ലഭ്യമാവാനായിട്ട് ഇതുകൊണ്ട് സാധ്യമാകും, നമുക്കൊരു ഇൻവെസ്റ്റ്മെന്റ് ഉണ്ടാകും. അങ്ങനെയൊക്കെയുള്ള ഒരു ആറ്റിറ്റ്യൂഡിലേക്ക് അവരെ മനോഭാവത്തിലേക്ക് എത്തിക്കാനൊക്കെ വേണമെങ്കിൽ തീർച്ചയായിട്ടും നല്ലൊരു കമ്മ്യൂണിക്കേഷൻ അവിടെ ആവശ്യമാണ്. As employees are provided with more choice in respect of their own benefits, the importance of the benefit of communication is increasingly essential. അതായത് നമുക്ക് ഇൻ കേസ് ഒരു ചോയ്സ് അല്ലെ, ഇൻ കേസ് നമുക്ക് എന്തെങ്കിലും അല്ലെ പല ചോയ്സുകളൊക്കെ ഉണ്ടായെങ്കിൽ തീർച്ചയായിട്ടും ആസ് എംപ്ലോയീസ് ആർ പ്രൊവൈഡഡ് വിത്ത് മോർ ചോയ്സ് ഇൻ റെസ്പെക്ട് ഓഫ് ദെയർ ഓൺ ബെനിഫിറ്റ്സ്. അതായത് നമ്മുടെ സ്വന്തം ബെനിഫിറ്റ്സുകൾക്കൊക്കെ പല ചോയ്സുകൾ ഉണ്ട് അല്ലെ. വേണമെങ്കിൽ നമുക്ക് ഇങ്ങനെ നിക്ഷേപിക്കാം, നമുക്ക് വേണമെങ്കിൽ ഇൻഷുറൻസ് പാക്കേജിൽ പങ്കാളിയാവാതെ ഇരിക്കാം, വേണമെങ്കിൽ ഇങ്ങനെ പങ്കാളിയാവാം. ഇൻ കേസ് ഇങ്ങനെ പങ്കാളിയായി കഴിഞ്ഞാൽ കുറച്ചും കൂടി കഴിയുമ്പോൾ നിങ്ങൾക്ക് ഇത്രയും ബെനിഫിറ്റുകൾ കിട്ടും അല്ലെ. അപ്പൊ അതിന് ഇത്രയും റിസ്കുകൾ എടുക്കേണ്ടതായിട്ടേ വരുന്നുള്ളൂ അല്ലെ. ഇപ്പൊ കുറച്ച് ഇമ്പോർട്ടൻസ് കാര്യങ്ങളൊക്കെ അവരെ ബോധവാന്മാരാക്കുമ്പോൾ തീർച്ചയായിട്ടും അവർക്ക് എന്താണ് ഓക്കെ ഇതുകൊണ്ട് ആനുകൂല്യങ്ങൾ ഉണ്ട് എന്നുള്ളതും അതുകൊണ്ട് റിസ്ക് എംപ്ലോയറുടെ ഭാഗത്തുനിന്ന് റിസ്കുകൾ എടുക്കുന്നുണ്ട് എന്നുള്ളതൊക്കെ കൃത്യമായിട്ട് തന്നെ അവർക്ക് മനസ്സിലാക്കി എടുക്കാനായിട്ട് സാധിക്കും. അങ്ങനെ വരുമ്പോൾ എന്താണ് അവര് മാക്സിമം എഫേർട്ടോട് കൂടി തന്നെ നല്ല തൃപ്തിയോട് കൂടി തന്നെ അവരുടെ സ്ഥാപനത്തിൽ വർക്ക് ചെയ്യാനായിട്ട് സന്നദ്ധരാകുകയും ചെയ്യും. ക്ലിയർ ആയോ? ജസ്റ്റ് വായിച്ചു നോക്കുക. ഓക്കെ, നിങ്ങൾ ജസ്റ്റ് വായിച്ചു നോക്കാം. ഇതിങ്ങനെ ഒരു അല്ലെ ഹ്യൂമൻ റിസോഴ്സിന്റെ ഇതെന്ന് പറയുന്നത് ഇങ്ങനെ കുറച്ച് വിവരിച്ചു പോവുക എന്നുള്ളതാണ്. ആക്ച്വലി നിങ്ങളെ പോയിന്റുകളൊക്കെ ജസ്റ്റ് മനസ്സിലാക്കി പോവുക. ഇതോടുകൂടി നമ്മുടെ ആ ഒരു പോയിന്റ്സുകൾ കഴിയുകയാണ്. അതായത് ബെനിഫിറ്റ്സുകൾ അല്ലെ ലഭിക്കുന്നതുമായി ബന്ധപ്പെട്ട കുറച്ച് പോയിന്റ്സുകളാണ്. ഫസ്റ്റ് ഈ ഒരു 7 പോയിന്റ്സ് ആണ് അതിലുണ്ടായിരുന്നത്. ഓക്കെ, ജസ്റ്റ് മനസ്സിലാക്കാം.
അടുത്ത പോയിന്റ് നമ്മൾ 2 പോയിന്റ് ആണ് എടുത്തത്. ഒന്ന് കോസ്റ്റ് കണ്ടെയ്ൻമെന്റും സെക്കൻഡ് വൺ കമ്മ്യൂണിക്കേഷനും. ഓക്കെയാണോ? കണ്ടിന്യൂ ചെയ്തോട്ടെ. ഇങ്ങനെയുള്ള പോയിന്റ്സ് ഒക്കെ നിങ്ങൾക്ക് തന്നെ ഷെയർ ചെയ്യാവുന്നതാണ്. ഇമ്പോർട്ടൻസും എന്താണ്, അതേമാതിരി തന്നെ പ്രോബ്ലംസ്. അതായത് നമ്മളിപ്പോ പഠിച്ചു കൊടുത്തോളം നിന്ന് നിങ്ങൾക്ക് കുറച്ച് കാര്യങ്ങളൊക്കെ ഷെയർ ചെയ്യാൻ സാധിക്കും. എന്തൊക്കെ ഇമ്പോർട്ടൻസ് ആണ് എന്താണ് ഇതിൽ നിന്ന് കിട്ടുക, അതായത് ഈ ബെനിഫിറ്റ്സ് ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും എംപ്ലോയിക്ക് എന്ത് ബെനിഫിറ്റ്സുകളാണ് പൊതുവെ കിട്ടുക, ലഭ്യമാവുക, എന്തൊക്കെ ബെനിഫിറ്റ്സുകൾ കിട്ടും? സാധാരണയായിട്ട് ബെനിഫിറ്റ്സുകളൊക്കെ നമ്മൾ കണ്ടിരുന്നല്ലേ, പല ബെനിഫിറ്റ്സുകളും ആശ്രിതർക്കുള്ള ബെനിഫിറ്റ്സുകൾ ഉണ്ട്, റിട്ടയർമെന്റ് ടൈമിലുള്ള ബെനിഫിറ്റ്സ് ഉണ്ട്, തന്നെ എന്താണ് അവിടെ ഇൻ കേസ് ഇടയ്ക്ക് വെച്ച് പോവുകയാണെങ്കിലുള്ള ബെനിഫിറ്റ്സുകൾ ഉണ്ട്. അങ്ങനെ പല ബെനിഫിറ്റുകളൊക്കെ ഉണ്ട് അല്ലെ. അപ്പൊ അങ്ങനെയുള്ള ബെനിഫിറ്റുകൾ വരുമ്പോൾ അവർക്ക് എന്തെങ്കിലും ഒരു സുരക്ഷ കിട്ടുന്നുണ്ടോ വർക്കുമായി ബന്ധപ്പെട്ട്? അതായത് സാധാരണ രീതിയിലുള്ള സാലറി മാത്രമല്ലാതെ തന്നെ കുറച്ചും കൂടി ഫ്രഞ്ച് ബെനിഫിറ്റ്സ് കിട്ടുമ്പോൾ എന്തെങ്കിലുമൊക്കെ അവർക്ക് ഒരു സെക്യൂരിറ്റി കിട്ടുന്നുണ്ട്, സുരക്ഷ കിട്ടുന്നുണ്ട് അല്ലെ. അതായത് ജോലി നമുക്ക് നഷ്ടപ്പെട്ട് ഇൻ കേസ് പോകുന്നതിനനുസരിച്ചിട്ട് തന്നെ നമ്മുടെ വരുമാനം അപ്പാടെ എന്താണ് നഷ്ടപ്പെട്ടു പോകുന്നില്ല. ചെറിയ ചെറിയ ബെനിഫിറ്റ്സുകൾ നമുക്ക് ഇതിനോടൊപ്പം തന്നെ ഉണ്ടാവും എന്നൊക്കെ ഉള്ള ഒരു ഇതുണ്ടാവില്ലേ? അത് നല്ലൊരു കാര്യമല്ലേ? ഇൻ കേസ് എന്തെങ്കിലും മെഡിക്കൽ കാര്യങ്ങളൊക്കെ വരികയാണെങ്കിൽ അതിനെ സപ്പോർട്ട് ചെയ്യാനൊക്കെ ആയിട്ട് അല്ലെ, ആ ടൈമിൽ നമുക്കറിയാം ഫിനാൻഷ്യൽ ബേർഡൻ കൂടുതലായിരിക്കും അല്ലെ. അതിനെ സപ്പോർട്ട് ചെയ്യാനൊക്കെ ആയിട്ട് നമുക്ക് ജോലിയും കൊണ്ട് ഒരു സാധ്യത ഉണ്ടെങ്കിൽ അത് നല്ലതായിരിക്കും. ആണോ? അതൊരു ബെനിഫിറ്റ് തന്നെയാണ് അല്ലെ. അപ്പൊ അത്തരം കാര്യമാണ്. നമുക്ക് ഒന്നിച്ച് തന്നെ പോവാം. ഇമ്പോർട്ടൻസ് ഒക്കെ നമുക്ക് കൂടെ ഷെയർ ചെയ്ത് പോവാം, അല്ലെങ്കിൽ ഓറടിച്ച് പോകും ക്ലാസ്സിൽ ഞാൻ മാത്രം ഇങ്ങനെ ചെയ്തിട്ട് പോകും. ഓക്കെ, ഫിനാൻഷ്യൽ സെക്യൂരിറ്റി ഫോർ വർക്കേഴ്സ് എന്ന് പറയുമ്പോൾ ഫ്രിഞ്ച് ബെനിഫിറ്റ് ഡയറക്ട്ലി ഓർ ഇൻഡയറക്ട്ലി ഹെൽപ്പ് ദ എംപ്ലോയീസ് ടു ബി ഫിനാൻഷ്യലി സൗണ്ട്. അതായത് സാമ്പത്തിക ഭദ്രത ഉറപ്പിക്കാനായിട്ട് ഡയറക്റ്റ് ആയിട്ടും പരോക്ഷമായിട്ടും അല്ലെ നേരിട്ടും അത് സഹായിക്കുന്നുണ്ട്. അതിന്റെ ഒരു എക്സാമ്പിൾ പറയുന്നത് മെഡിക്കൽ അസിസ്റ്റൻസ്, കൺസ്യൂമർ സൊസൈറ്റീസ് ആൻഡ് ലീഗൽ ആൻഡ് എഡ്യൂക്കേഷൻ അസിസ്റ്റൻസ്. അതായത് നമുക്ക് ഇൻ കേസ് നമുക്കറിയാം മെഡിക്കൽ എന്തെങ്കിലും അല്ലെ എന്തെങ്കിലും അസുഖങ്ങളൊക്കെ വരുന്ന സംഭവങ്ങളിലൊക്കെ എന്താണ് അവിടെ മെഡിക്കൽ സപ്പോർട്ട്, അവിടെ കുറച്ച് ഫിനാൻഷ്യലി നമുക്കൊരു സപ്പോർട്ട് കിട്ടുന്നുണ്ട്. അതേമാതിരി തന്നെ ഉപഭോക്തൃ കാര്യങ്ങൾക്കൊക്കെ വേണ്ടിയിട്ട് സൊസൈറ്റിയിൽ നിന്ന് നമുക്ക് അതിൻ്റെതായിട്ടുള്ള ആനുകൂല്യങ്ങൾ നേടിയെടുക്കാൻ സാധിക്കും. എന്താണ് ലീഗൽ ആൻഡ് എഡ്യൂക്കേഷൻ അസിസ്റ്റൻസ്, അതായത് നമുക്ക് എന്തെങ്കിലും വിദ്യാഭ്യാസപരമായിട്ട് നിയമപരമായി തന്നെ ഉള്ള കാര്യങ്ങൾക്കൊക്കെ എന്തെങ്കിലും ആനുകൂല്യങ്ങൾ അല്ലെ ലോണോ എന്തെങ്കിലുമൊക്കെ നമുക്ക് സംഘടിപ്പിക്കാനൊക്കെ ആയിട്ടുള്ള ഒരു സഹായം കിട്ടുന്നു. അപ്പൊ ഇതൊക്കെ എന്താണ് നമുക്ക് സാധാരണ ലെവലിൽ ഫേസ് ചെയ്യേണ്ട കാര്യങ്ങളൊക്കെ തന്നെയാണ് അല്ലെ, നിത്യജീവിതത്തിൽ ഫേസ് ചെയ്യേണ്ട കാര്യങ്ങളാണ്. ആണോ? മക്കളുണ്ടാകുമ്പോൾ മക്കളെ പഠിപ്പിക്കേണ്ടി വരുന്നു, അല്ലെങ്കിൽ ഒരു അസുഖം വരുമ്പോൾ ഹോസ്പിറ്റലിൽ പോയി ചികിത്സ തേടേണ്ടി വരുന്നു. അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ നമ്മുടെ നിത്യജീവിതത്തില് അല്ലെ ഉണ്ടാവുന്ന കാര്യങ്ങളാണ്. അപ്പൊ അതിനൊക്കെ ഒരു സപ്പോർട്ട് കിട്ടാനായിട്ട് നമുക്ക് ഇത്തരം ബെനിഫിറ്റ്സുകൾ ഉണ്ടെങ്കിൽ നമുക്ക് അതുകൊണ്ട് ഒരു സപ്പോർട്ട് ലഭ്യമാണ്. സോ സച്ച് ബെനിഫിറ്റ്സ് റിസൾട്ട് ഇൻ സബ്സ്റ്റാൻഷ്യൽ സേവിങ്സ് വിച്ച് ക്യാൻ ബി ഇൻവെസ്റ്റഡ് ഫോർ ഫിനാൻഷ്യൽ സെക്യൂരിറ്റി ആഫ്റ്റർ റിക്രൂട്ട്മെന്റ്. അതായത് നമുക്ക് അല്ലെ നമ്മൾ റിക്രൂട്ട്മെന്റ് കഴിഞ്ഞ് നമ്മുടെ ഒരു സ്ഥാപനത്തിൽ വർക്ക് ചെയ്യുന്നതോടൊപ്പം തന്നെ നമുക്ക് എന്താണ് അപ്പൊ അതിനോടൊപ്പം തന്നെ ഒരു സമ്പാദ്യശീലം സ്റ്റാർട്ട് ചെയ്യാണ് അല്ലെ. അതിന് വേണ്ടിയിട്ട് ഒരു നീക്കിയിരിപ്പ് നമ്മൾ നടത്തുകയാണ്. നമ്മുടെ സാലറിയിൽ നിന്ന് ഒരു ഭാഗം മെഡിക്കൽ ഇൻഷുറൻസ് എല്ലാ ക്ലെയിമിനൊക്കെ വേണ്ടിയിട്ട് നീക്കിയിരിപ്പ് നടത്തുന്നു. തീർച്ചയായിട്ടും എന്താണ് നമ്മളെ സംബന്ധിച്ചൊരു സമ്പാദ്യശീലം അവിടെ സ്റ്റാർട്ട് ചെയ്യാണ്.
അപ്പൊ അതൊരു സെക്യൂരിറ്റിയാണ്. ഇൻ കേസ് എന്ത് വന്നാലും നമുക്കൊരു സുരക്ഷ ലഭ്യമാക്കുന്ന ഒരു അവസ്ഥയിലേക്ക് തന്നെയാണ്, ഫിനാൻഷ്യലി നമുക്കൊരു സുരക്ഷ നൽകുന്ന ഒരു അവസ്ഥയിലേക്ക് തന്നെയാണ് എത്തിക്കുന്നത്. ഓക്കെ, അപ്പൊ വർക്കേഴ്സിനെ സംബന്ധിച്ച് ബെറ്റർ അല്ലേ? ഫിനാൻഷ്യൽ സെക്യൂരിറ്റി ഫോർ വർക്കേഴ്സ് അല്ലെ, അവിടെയുള്ള എംപ്ലോയീസിനെ സംബന്ധിച്ച് ഒരു നല്ലൊരു കാര്യമല്ലേ, ഒരു സെക്യൂരിറ്റി കിട്ടുന്നു, ഒരു സുരക്ഷ കിട്ടുന്നു. ശരിയാണോ? ഓക്കെ, അപ്പൊ നമുക്ക് തൊഴിലില്ലെങ്കിൽ തീർച്ചയായിട്ടും നമുക്കൊരു ജോലിക്ക് പോയി മാസം സാലറി മേടിച്ചു കഴിഞ്ഞ് കഴിഞ്ഞാൽ അതിൽ പ്രത്യേകിച്ച് ബെനിഫിറ്റ്സുകളൊന്നും ഇല്ലെങ്കിൽ തീർച്ചയായിട്ടും നമുക്കറിയാം അത് എങ്ങനെയെങ്കിലൊക്കെ തീർന്നു പോകും. ശരിയല്ലേ? ആരുടെ കയ്യിലാണെങ്കിൽ അത് പണത്തിന് മൂല്യമുള്ളത് കൊണ്ട് തന്നെ ധാരാളം ചെലവുകളും വരുന്നു, അത് അതിനോടൊപ്പം തന്നെ നിർവഹിച്ചു പോകേണ്ടതായിട്ട് വരുന്നു അല്ലെ. ഇൻ കേസ് നമുക്ക് ഇങ്ങനെയൊക്കെയുള്ള ഒരു ബെനിഫിറ്റ്സ് പാക്കേജുകളൊക്കെ ഉണ്ടെങ്കിൽ ചെറുതായിട്ട് ചിലപ്പോൾ നമ്മൾ അതിലേക്കൊക്കെ ഇൻവെസ്റ്റ് ചെയ്ത് പോകും. തീർച്ചയായിട്ടും നമുക്ക് അതൊരു പ്രൊട്ടക്ഷൻ അല്ലേ, നമുക്ക് സംരക്ഷണമാണ്. ഇൻ കേസ് എന്തെങ്കിലുമൊക്കെ കാര്യങ്ങൾ വരുമ്പോൾ ഫേസ് ചെയ്യാനായിട്ടുള്ള ഒരു സെക്യൂരിറ്റി കൂടിയാണ്. ഓക്കെ, ശരിയല്ലേ? അപ്പൊ ഫിനാൻഷ്യൽ സെക്യൂരിറ്റി ഫോർ വർക്കേഴ്സ് ആണ് ഫസ്റ്റ് പോയിന്റ്. ദെൻ നമുക്ക് ഓക്കെ ആണോ? ഓക്കെയാണോ? നെക്സ്റ്റ് പോയിന്റിലേക്ക് പോകട്ടെ. ഓക്കെ, നെക്സ്റ്റ് നോക്കുക, റിഡക്ഷൻ ഇൻ അട്രീഷൻ റേറ്റ്. എന്താണ് റിഡക്ഷൻ ഇൻ അട്രീഷൻ റേറ്റ് എന്ന് പറയുന്നത്? അതായത് നമ്മൾ ആ സ്ഥാപനത്തിൽ നിന്ന് ഒഴിഞ്ഞു പോകാനായിട്ട് തയ്യാറാവില്ല, അതിന്റെ കുറയും അല്ലെ. അത് നമുക്കറിയാം, പരമാവധി നമ്മുടെ ബെനിഫിറ്റ്സും കാര്യങ്ങളൊക്കെ അവിടെ ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും അവിടെ നിന്ന് വിട്ടുപോകാനായിട്ട് തയ്യാറാവോ? ഉണ്ടാവോ? അവര് നമുക്ക് വേണ്ടിയിട്ട് കുറെ ബെനിഫിറ്റ്സും പാക്കേജ് ഒക്കെ എംപ്ലോയർ നമുക്ക് വേണ്ടി തരുന്നുണ്ടെങ്കിൽ അല്ലെ, വർക്ക് ചെയ്യുന്ന എംപ്ലോയിക്ക് വേണ്ടിയിട്ട് നൽകുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അവിടെ നിന്ന് വിട്ടുപോകാനായിട്ട് ആരും തയ്യാറാകില്ല അല്ലെ. കൊഴിഞ്ഞു പോക്കിന്റെ അളവ് കുറച്ചുകൊണ്ട് വരും. അതാണ് അടുത്തൊരു ബെനിഫിറ്റ്. ഫ്രിഞ്ച് ബെനിഫിറ്റ് ഇൻഡ്യൂസ് ലോങ് ടൈം കമ്മിറ്റ്മെന്റ് കമ്മിറ്റ്മെന്റ് ഓൺ ദ പാർട്ട് ഓഫ് വർക്കേഴ്സ്. അതായത് നമുക്കൊരു പ്രതിബദ്ധത വരുന്നു ആ ഒരു ജോലിയോട് അല്ലെ. ദീർഘകാലത്തേക്ക് അവിടെ വർക്ക് ചെയ്യുന്നത് കൊണ്ട് തന്നെ അവിടെ ആ ജോലിയോട് തന്നെ ആ ഒരു സ്ഥാപനത്തോട് തന്നെ നമുക്കൊരു പ്രതിബദ്ധത വരുന്നു അല്ലെ. അവിടെ നമ്മൾ അതിന് വേണ്ടിയിട്ട് ഒരു പ്രേരണ നമുക്ക് ലഭിക്കുകയാണ്, അവിടെ തന്നെ നിൽക്കണം, പിടിച്ചു നിൽക്കണം എന്നൊക്കെയുള്ള ഒരു മൈൻഡിലേക്ക് എത്തുകയാണ്. ദിസ് റിസൾട്ട് ഇൻ റിഡക്ഷൻ ഓഫ് ട്രെയിനിങ് ആൻഡ് റിക്രൂട്ട്മെന്റ് കോസ്റ്റ്. അത് മാത്രമല്ല, അപ്പൊ നമുക്ക് അവിടെ പിടിച്ചു നിൽക്കുമ്പോൾ നമ്മൾ എല്ലാ കാര്യത്തിനും വേണ്ടിയിട്ട് തയ്യാറാവും. നമുക്കപ്പോ മിക്കപ്പോഴും ട്രെയിനിങ്ങും റിക്രൂട്ട്മെന്റും കാര്യങ്ങൾക്കൊക്കെ വേണ്ടിയിട്ട് കോസ്റ്റ് അപ്പോൾ ചെലവഴിക്കേണ്ടി വരില്ല. കാരണം അവിടെ നിന്ന് വിട്ടുപോയാൽ മാത്രമാണ് അടുത്ത പേഴ്സൺസിനെ കൊണ്ടുവന്ന് അവിടെ ട്രെയിനിങ്ങും റിക്രൂട്ട്മെന്റ് ഒക്കെ നടത്തേണ്ടി വരുന്നത്. അപ്പൊ ഇൻ കേസ് അവിടെ നിന്ന് വിട്ടുപോകാനായിട്ട് പേഴ്സൺസ് തയ്യാറല്ല എങ്കിലും പിന്നെയും എംപ്ലോയീസിനെ കണ്ടെത്തേണ്ട അവസ്ഥ അവിടെ വരുന്നില്ല അല്ലെ. അപ്പൊ എന്താണ്, സ്ഥാപനത്തിനെ സംബന്ധിച്ചൊരു ബെനിഫിറ്റ് തന്നെയാണ് അവിടെ നിന്ന് എംപ്ലോയീസ് വിട്ടുപോകുന്നില്ല എന്നുള്ളത്. ദെൻ പറയുന്നു, ഫ്രിഞ്ച് ബെനിഫിറ്റ്സ് ആർ കീ ഫാക്ടേഴ്സ് ദാറ്റ് ഹാവ് എ bearing on the employee's decision to leave or continue with his employer. അതായത് ഇവരെ സംബന്ധിച്ചല്ലേ നല്ലൊരു ഡിസിഷൻ എടുക്കുന്നു, കുറെ നാളത്തേക്ക് എംപ്ലോയറിന്റെ അണ്ടറിൽ നിന്ന് വിട്ടുപോകുന്നില്ല എന്നല്ലേ, കണ്ടിന്യൂസ് ആയിട്ട് ഇവിടെ തന്നെ വർക്ക് ചെയ്യാൻ തയ്യാറാകുക എന്നുള്ളത് ഒരു പ്രധാനപ്പെട്ട ഒരു ഫാക്ടറാണ്. എംപ്ലോയറിനെ സംബന്ധിച്ച് ആ ഫ്രിഞ്ച് ബെനിഫിറ്റ് കൊടുക്കുന്നത് കൊണ്ട് തന്നെ നല്ലൊരു കാര്യം തന്നെയാണ് അവർക്ക് ഏൺ ചെയ്യാനായിട്ട് സാധിക്കുന്നത്. കാരണം ഇവരിവിടെ നിന്ന് വിട്ടുപോകുന്നില്ല എന്നുള്ള ഒരു തീരുമാനത്തിൽ എത്തുകയാണ് ചെയ്യുന്നത്. Okay, fringe benefits are a key factor that have a bearing on the employees' decision to leave or continue with this employer. എംപ്ലോയറുടെ കൂടെ തന്നെ എന്താണ് കണ്ടിന്യൂ ചെയ്യാൻ അല്ലെ, ജോലി കണ്ടിന്യൂ ചെയ്യാനായിട്ടുള്ള തീരുമാനം എടുക്കുക എന്ന് പറയുന്നത് പ്രധാനപ്പെട്ട ഒരു ഫാക്ടറാണ്. കാരണം അവർക്ക് വീണ്ടും ഒരു എക്സ്പെൻസ് അല്ലെ, പുതിയതായിട്ട് തൊഴിലാളികളെ കണ്ടെത്തി അവർക്ക് ട്രെയിനിങ്ങും പാക്കേജസ് ഒന്നും കൊടുക്കേണ്ട ഒരു ആവശ്യം വരുന്നില്ല. അപ്പൊ അത്രയും കോസ്റ്റ് ഒക്കെ റെഡ്യൂസ് ചെയ്യാനായിട്ട് അവിടെ ആ സ്ഥാപനത്തിന് സാധിക്കുന്നു എന്നുള്ളത്. ഓക്കെ, ക്ലിയർ ആണോ? ഫസ്റ്റ് ഇമ്പോർട്ടൻസ് മനസ്സിലായി. ഫിനാൻഷ്യൽ സെക്യൂരിറ്റി അല്ലെ, അത് സുരക്ഷ ഉറപ്പാക്കുന്നു. അവിടെ പ്രധാനമായിട്ടും തൊഴിലാളികൾക്ക് അത് ബെനിഫിഷ്യൽ ആയിട്ടുള്ള കാര്യമാണ്. അതോടൊപ്പം തന്നെ റിഡക്ഷൻ ഇൻ അട്രീഷൻ റേറ്റ് എന്ന് പറഞ്ഞാൽ കൊഴിഞ്ഞു പോകുന്നതിന്റെ അളവ് കുറച്ചുകൊണ്ട് വരുന്നു. അപ്പൊ എംപ്ലോയറിനെ സംബന്ധിച്ച് അവിടെ കോസ്റ്റ് കുറയ്ക്കുകയാണ് ചെയ്യുന്നത്. നെക്സ്റ്റ് പോയിന്റ് നോക്കാം, കണ്ടിന്യൂ ചെയ്തോട്ടെ. Okay. The next point നോക്കുമ്പോൾ എൻഹാൻസ്മെന്റ് ഓഫ് പ്രൊഡക്ടിവിറ്റി. എൻഹാൻസ്മെന്റ് ഓഫ് പ്രൊഡക്ടിവിറ്റി എന്ന് പറയുമ്പോൾ എന്താണ്, ഉൽപാദനക്ഷമത വർദ്ധിപ്പിക്കുന്നു അല്ലെ. അവിടെ നമുക്കറിയാം നല്ല ബെനിഫിറ്റ്സ് ഒക്കെ കൊടുക്കുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അവിടെ വർക്ക് ചെയ്യാനായിട്ട് അവിടെയുള്ള തൊഴിലാളികൾ തയ്യാറാവും. അവർ നല്ല രീതിയിൽ തന്നെ അവിടെ വർക്ക് ചെയ്യും അല്ലെ.
Fringe benefit improve motivation, take care of the health of employees, help the employees to relax mentally and physically with the schemes like holidays, homes, and sports, and impact many other benefits. അതായത് ഇൻ കേസ് നമ്മളിപ്പോ ജോലി കഴിഞ്ഞാൽ ഒരാഴ്ചത്തേക്ക് സേവനം കഴിഞ്ഞ ഒരു ലീവ് ഒക്കെ കിട്ടുമ്പോൾ അവിടെ ഹോളിഡേ ഹോംസ് സ്റ്റേ ചെയ്യാനുള്ള അവസരങ്ങൾ കൊടുക്കുന്നു, അല്ലെങ്കിൽ വിനോദത്തിനൊക്കെ സൗകര്യങ്ങൾ കൊടുക്കുന്നു, അല്ലെങ്കിൽ മറ്റേതെങ്കിലുമൊക്കെ ബെനിഫിറ്റ്സുകളൊക്കെ കൊടുക്കുമ്പോൾ എന്താണ് അവർക്ക് എന്താണ് മെന്റലി അല്ലെങ്കിൽ ഫിസിക്കലി ശാരീരികമായിട്ട് മാനസികമായിട്ട് റിലാക്സ് ചെയ്യാനായിട്ടുള്ള ഒരു അവസരം ലഭിക്കുകയാണ് അല്ലെ. അങ്ങനെ ലഭിക്കുമ്പോൾ എന്താ തീർച്ചയായിട്ടും എന്താണ് എംപ്ലോയീസിന് വലിയ ബുദ്ധിമുട്ടൊന്നുമില്ലാതെ നല്ല ഫ്രഷോട് കൂടിയിട്ട് തന്നെ വർക്കുകളൊക്കെ ഏറ്റെടുത്ത് ചെയ്യാനായിട്ട് സാധിക്കുന്നു. തീർച്ചയായിട്ടും അവർക്ക് എന്താണ് നല്ല ആരോഗ്യവാന്മാരായിട്ട് തന്നെ വർക്കിൽ കണ്ടിന്യൂ ചെയ്യാനായിട്ട് സാധിക്കുന്നു. ശരിയല്ലേ? അങ്ങനെയൊക്കെയുള്ള ബെനിഫിറ്റ്സുകൾ കൊടുക്കുന്ന സ്ഥാപനങ്ങളാണെങ്കിൽ അല്ലെ അതിനൊക്കെ അർഹതപ്പെട്ടതാണ് അല്ലേ. കൂടുതൽ സ്ട്രെസ്സും കാര്യങ്ങളൊക്കെ കൊടുക്കുന്ന സ്ഥാപനങ്ങളാണെങ്കിൽ തീർച്ചയായിട്ടും പിന്നെ ഹെൽത്തോട് കൂടിയിട്ടായിരിക്കും അവർ വർക്ക് ചെയ്യാനായിട്ട് വരുന്നത്. അവർ വീക്കായിട്ടായിരിക്കും അല്ലെ. പക്ഷെ ഇവിടെ കുറച്ചും കൂടി നല്ല ഹെൽത്തിന് പ്രാധാന്യം കൊടുത്തുകൊണ്ട് തന്നെ റിലാക്സ് ചെയ്യാനായിട്ടുള്ള ഹോം ഫെസിലിറ്റീസ് കൊടുക്കുന്നു, അല്ലെങ്കിൽ വിനോദ സഞ്ചാര സ്പോർട്സ് കാര്യങ്ങളൊക്കെ അതിനൊക്കെയുള്ള അവസരങ്ങളൊക്കെ കൊടുക്കുമ്പോൾ അവരെന്താണ് മെന്റലി ഫിസിക്കലി ഫിറ്റ് ആണ്, അവർ ആരോഗ്യവാന്മാരായിട്ട് തന്നെ വർക്ക് ചെയ്യാനായിട്ടുള്ള ഒരു സാധ്യത അവിടെ ഉണ്ടാകുന്നു. Then employees with a healthy mind and body and feeling of security are highly efficient and perform better in terms of quality. അതായത് അവര് മനസ്സിലാക്കിയാണ് ഓക്കെ നമ്മളുടെ ഹെൽത്തിനൊക്കെ വേണ്ടിയിട്ട് ബോഡിക്കൊക്കെ വേണ്ടിയിട്ട് ഇത്രയും പ്രിഫറൻസ് കൊടുക്കുന്നുണ്ട് അല്ലെ. അപ്പൊ അവരുടെ മൈൻഡിൽ ഒരു ഫീലിങ്സ് വരെയാണ് അത്രയും പ്രാധാന്യം അവിടെ നൽകുന്നുണ്ടല്ലോ നമ്മുടെ സ്ഥാപനം അല്ലെങ്കിൽ എംപ്ലോയർ അതിന് വേണ്ടിയിട്ട് ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നുണ്ടല്ലോ എന്നുള്ള ഫീലിങ്സ് വരുന്നത് കൊണ്ട് തന്നെ ഇവര് എഫിഷ്യന്റ് ആയിട്ട് അല്ലെ നല്ല കാര്യക്ഷമമായിട്ട് തന്നെ അവരുടെ ഡ്യൂട്ടിയിൽ പെർഫോം ചെയ്യാനായിട്ട് തയ്യാറാവും. അങ്ങനെ വരുമ്പോൾ നമുക്കറിയാം എന്താണ് അതിന്റെ റിസൾട്ട്, അതിന്റെ ഫലം എന്ന് പറയുന്നത് നല്ല ക്വാളിറ്റിയുള്ള വർക്കുകളായിരിക്കും അല്ലെ. നല്ല രീതിയിൽ നല്ല എഫേർട്ടോട് കൂടിയിട്ട് നല്ല കാര്യക്ഷമമായിട്ട് പ്രവർത്തിക്കുമ്പോൾ നമുക്കറിയാം റിസൾട്ടുകൾ എപ്പോഴും നല്ല റിസൾട്ടുകളായിരിക്കും. Then motivated workers are enthused to improve their abilities and knowledge. അതായത് അവരുടെ കഴിവുകൾ അല്ലെങ്കിൽ അറിവ് വർദ്ധിപ്പിക്കാനൊക്കെ ആയിട്ടുള്ള ഒരു ശ്രമം അവിടെ നടത്തുന്നു. All these factors have a positive effect on productivity. ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ വരുമ്പോൾ എന്താണ് തീർച്ചയായിട്ടും എന്താണ് അവിടെ ഉത്പാദനക്ഷമത വർദ്ധിക്കുകയാണ് ചെയ്യുന്നത്. തീർച്ചയായിട്ടും നമുക്കറിയാം ചില ഇതുകളിൽ അല്ലെ അവിടെ സ്ട്രെസ് ഒക്കെ കൊടുത്ത് എന്താ പറയാ ഭയങ്കര കഠിനമായിട്ട് തന്നെ വർക്ക് കൊടുത്ത് അല്ലെ അവരെ കൊണ്ട് വർക്ക് ലോഡ് ചെയ്യിപ്പിച്ച് പണികൾ എടുക്കുമ്പോൾ തീർച്ചയായിട്ടും അവർക്ക് ആ സ്ഥാപനത്തിൽ പോയി വർക്ക് ചെയ്യാനായിട്ട് നല്ല ഹെൽത്തോട് കൂടിയിട്ട് വർക്ക് ചെയ്യാനായിട്ട് സാധിക്കാതെ വരും. തീർച്ചയായിട്ടും അതിന്റെ റിസൾട്ടും എന്തായിരിക്കും പ്രൊഡക്ടിവിറ്റി കുറവായിരിക്കും അല്ലെ, ഉത്പാദനക്ഷമത കുറവായിരിക്കും. അതേസമയം റിലാക്സ് ചെയ്ത് മുന്നോട്ട് പോകാനുള്ള അവസരങ്ങൾ സൃഷ്ടിക്കുമ്പോൾ തീർച്ചയായിട്ടും നമുക്കറിയാം അതിന്റെ റിസൾട്ട് എന്ന് പറയുന്നതും എന്താണ് നല്ല എഫിഷ്യന്റ് ആയിട്ടുള്ള റിസൾട്ടുകളായിരിക്കും. ഓക്കെയാണോ? ക്ലിയർ ആയോ? 3 പോയിന്റ് നമ്മൾ കണ്ടു. എന്താണ് ഫസ്റ്റ് പോയിന്റ് കണ്ടത്? ഫസ്റ്റ് പോയിന്റ് ഫിനാൻസ് പോയോ? എല്ലാവരും വിട്ടുപോയോ? ഫസ്റ്റ് പോയിന്റ് എന്തായിരുന്നു? എല്ലാവരും ഓണാക്കി വെച്ചിട്ട് പോയേക്കാണ്. എന്താണ് ഫസ്റ്റ് പോയിന്റ് നമ്മൾ കണ്ട? ഫിനാൻഷ്യൽ സെക്യൂരിറ്റി. ഓക്കെ. അപ്പോ നെക്സ്റ്റ് അതായത് ഫിനാൻഷ്യൽ സെക്യൂരിറ്റി ഓഫ് വർക്കേഴ്സ് ആണ് ഫസ്റ്റ് പോയിന്റ്. ദെൻ സെക്കൻഡ് പോയിന്റ് റിഡക്ഷൻ ഇൻ അഡിഷൻ റേറ്റ്, കൊഴിഞ്ഞു പോക്ക് നമ്മൾ കുറച്ചുകൊണ്ട് വരുന്നു. ദെൻ എൻഹാൻസ് ഓഫ് പ്രൊഡക്ടിവിറ്റി, ഉത്പാദനക്ഷമത വർദ്ധിപ്പിക്കുന്നു. ദെൻ ഫോർത്ത് പോയിന്റിലേക്ക് പോകാം. എന്താണ് ഫോർത്ത് പോയിന്റ് പറയുന്നത്? ക്രിയേറ്റ് ട്രസ്റ്റ് ആൻഡ് വാംത്ത് ഇൻ എംപ്ലോയർ റിലേഷൻഷിപ്പ്. എന്താണ് അവിടെ ട്രസ്റ്റ് എന്നൊക്കെ പറയുമ്പോൾ തന്നെ അറിയാം അല്ലെ എന്തായിരിക്കും അവിടെ ഉദ്ദേശിക്കുന്നത്? എംപ്ലോയറും എംപ്ലോയും തമ്മിൽ എന്തെങ്കിലും നല്ല ബന്ധം അല്ലെ, നല്ലൊരു വിശ്വാസം ജനിപ്പിച്ചെടുക്കാനായിട്ട് അല്ലെ ഇടവരുത്തുന്നു. നല്ലൊരു ബെനിഫിറ്റ്സ് ഒക്കെ അവർക്ക് കൊടുക്കുമ്പോൾ എന്താ പ്രത്യേകത? നമ്മളെ പരിഗണിക്കുന്നുണ്ട്, നമ്മളെ ശ്രദ്ധിക്കുന്നുണ്ട് എന്നൊക്കെ ഉള്ള ഒരു പരിഗണന അവിടെ വരികയാണ് അല്ലെ. അപ്പൊ തീർച്ചയായിട്ടും അവരോട് ഒരു കൂട്ടുണ്ടാവും, ആ ഒരു സ്ഥാപനത്തിനോട് ഒരു മമത ഉണ്ടാവും. തീർച്ചയായിട്ടും അവിടെ നിന്ന് വിട്ടുപോകാനായിട്ട് തയ്യാറാവില്ല, നല്ല എഫിഷ്യന്റ് ആയിട്ടൊക്കെ വർക്ക് ചെയ്യാനായിട്ട് ശ്രമിക്കും അല്ലെ.
ഒരു ബെറ്റർ റിലേഷൻഷിപ്പ്, ഒരു ബന്ധം അവിടെ സ്ഥാപിച്ചിരിക്കുകയാണ് ഈ ഒരു ഫ്രിഞ്ച് ബെനിഫിറ്റിലൂടെ. Fringe benefits make the employees feel that their needs are taken care of by the employer. അവിടെ ഫ്രിഞ്ച് ബെനിഫിറ്റ്സ് ഒക്കെ കൊടുക്കുമ്പോൾ എംപ്ലോയിയുടെ മനസ്സിൽ വരുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യം നമ്മുടെ ആവശ്യങ്ങൾ അല്ലെ, എംപ്ലോയിയുടെ തൊഴിലാളികളുടെ ആവശ്യങ്ങളെല്ലാം മനസ്സിലാക്കുന്നുണ്ട് എന്നുള്ള ഒരു ബോധ്യത്തിലേക്ക് വരികയാണ്. Then reward for good performance assure employees that their work is being recognized by the employer. In case നമുക്കറിയാം എന്തെങ്കിലും പാരിതോഷികങ്ങളൊക്കെ നൽകുമ്പോൾ അല്ലെ, നമ്മൾ ലീഡർഷിപ്പ് നമ്മൾ നോൺ മോണിറ്ററി എന്നൊക്കെ പറഞ്ഞ് നമ്മൾ ബെനിഫിറ്റ്സുകളുടെ കാര്യം പറഞ്ഞു അല്ലെ. പിന്നെ അതേമാതിരി തന്നെ എന്താണ് മോണിറ്ററി ആയിട്ടുള്ള, അതായത് മണിയോട് ബന്ധപ്പെട്ട ബെനിഫിറ്റ്സും പറഞ്ഞു. ഇൻ കേസ് എന്തെങ്കിലും പാരിതോഷികങ്ങളോ ലീഡർഷിപ്പോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഇവർക്ക് നൽകുകയാണെങ്കിൽ എന്താണ് അവരുടെ പെർഫോമൻസിനെ അംഗീകരിക്കുന്നുണ്ട് അല്ലെ. ആ തൊഴിലാളികൾ അത്രയും വർക്ക് ചെയ്യുമ്പോൾ അവർ എന്റെ തൊഴിലിനോട് മമത കാണിക്കുന്നുണ്ട്, ഞാൻ ചെയ്ത വർക്കിനെ ഒന്ന് ശ്രദ്ധിക്കുന്നുണ്ട് അല്ലെ, നമ്മൾ മാക്സിമം എഫേർട്ട് ചെയ്യുന്നുണ്ട് എന്നുള്ളൊരു ഇതിലേക്ക്, ആ എഫേർട്ടിന് പരിഗണന കിട്ടുന്നുള്ള ഒരു അംഗീകാരത്തിലേക്ക് എത്തുകയാണ്. അപ്പൊ തീർച്ചയായിട്ടും എന്താണ് അവിടെ നല്ലൊരു റിലേഷൻഷിപ്പ് വരികയാണ് അല്ലെ. ഓൾ ഇൻ ഓൾ എ സ്പിരിറ്റ് ഓഫ് എ മ്യൂച്വൽ ട്രസ്റ്റ് ബിറ്റ്വീൻ ദ എംപ്ലോയർ ആൻഡ് എംപ്ലോയി. അവിടെ എന്താണ് എംപ്ലോയറും തൊഴിലുടമയും തൊഴിലാളിയും തമ്മിൽ നല്ലൊരു വിശ്വാസത്തിലേക്ക് വരികയാണ്. കാരണം അവരെ തൊഴിലാളിയെ പരിഗണിക്കുന്നുണ്ട് എന്നുള്ള ഒരു ഉറപ്പ്, അല്ലെങ്കിൽ തൊഴിലാളി ചെയ്യുന്ന ഡ്യൂട്ടികൾക്കൊക്കെ ഒരു അംഗീകാരം കിട്ടുന്നുണ്ടെന്നുള്ള ഉറപ്പ് വരുമ്പോൾ അവിടെ അവർ തമ്മിലൊരു നല്ലൊരു ബന്ധം അല്ലെങ്കിൽ നല്ലൊരു വിശ്വാസത്തിലേക്ക് മുതൽക്കൂട്ടായിട്ട് അത് നേടിയെടുക്കാനായിട്ട് സാധിക്കും. ഈ ബെനിഫിറ്റുകൾ തീർച്ചയായിട്ടും എന്താണ് നല്ലൊരു റിലേഷൻഷിപ്പും കൂടി വാർത്തെടുക്കാനായിട്ട് സാധിക്കുന്നു എന്നുള്ളതാണ്. ഓക്കെ, ക്ലിയർ ആണോ? നമുക്കറിയാം നല്ലൊരു റിലേഷൻഷിപ്പ് ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും ആ സ്ഥാപനത്തിൽ കണ്ടിന്യൂ ചെയ്യാനായിട്ട് അവർ തയ്യാറാവും. അത് മാക്സിമം എഫോർട്ടോട് കൂടി തന്നെ വർക്ക് ചെയ്യാനായിട്ട് തയ്യാറാവും. ഇൻ കേസ് എന്തെങ്കിലും വെല്ലുവിളികൾ വരികയാണെങ്കിലും അതിനെയും അറ്റൻഡ് ചെയ്യാനൊക്കെ ആയിട്ട് അവർ ശ്രമിക്കും. ശരിയല്ലേ? ഉണ്ടാവില്ലേ? ഓക്കെ, അപ്പൊ നമ്മള് എന്താണ് ഇമ്പോർട്ടൻസ് ഓഫ് എംപ്ലോയീസ് ബെനിഫിറ്റ്സ് ജസ്റ്റ് നോക്കിക്കഴിഞ്ഞു. അടുത്തൊരു ഘട്ടത്തിലേക്ക് കൂടി പോട്ടെ. വളരെ സിമ്പിൾ ആണ് ഇത്, വലിയ കുഴപ്പമില്ലല്ലോ, നമുക്ക് അറിയാവുന്നതല്ലേ. ബെനിഫിറ്റ് കൊടുത്തു കഴിഞ്ഞാൽ ഉണ്ടാവുന്ന ഇതുകളെല്ലാം അല്ലെ ഇമ്പോർട്ടൻസ്. അടുത്തത് പ്രോബ്ലംസ്. എടുത്തു പോകുന്നതിന് കുഴപ്പമില്ലല്ലോ. ഓക്കെ, അപ്പൊ certain problems that may arise while administering employee benefit programs which are as follows. അതായത് ഇതുമായി ബന്ധപ്പെട്ട ചില പ്രോബ്ലംസുകളും ഉണ്ട്. ഏതാണെന്നുള്ള കാര്യം നോക്കാം. എന്താണ് ഇതിൽ പറയുന്നത്? പാറ്റേണലൈസ്ഡ് ചാർജ്. എന്താണ് ആ പാറ്റേണലൈസ്ഡ് ചാർജ് എന്ന് പറയുന്നത്? അതായത് നമ്മളിപ്പോ കുട്ടികളെയൊക്കെ വളർത്തുമ്പോഴല്ലേ അവര് എന്തോരം ബുദ്ധിമുട്ടിയാലും അവര് എന്താ പറയാ, അവർക്ക് അതിലൊന്നും പ്രത്യേകമായിട്ടുള്ള കാര്യങ്ങളുണ്ട്. എല്ലാ ദിവസവും നമ്മള് പിള്ളേർക്ക് വേണ്ടിയിട്ട് കുറെ എഫേർട്ട് എടുക്കും. പക്ഷെ അത് അമ്മയുടെ ഒരു ഡ്യൂട്ടി അല്ലെങ്കിൽ പാരന്റ്സിന്റെ ഒരു ഡ്യൂട്ടി എന്നുള്ളൊരു മനോഭാവമായിരിക്കും അല്ലെ. ആ ഒരു രീതിയിലേക്ക് ചിലപ്പോൾ ഈ ബെനിഫിറ്റുകൾ മാറി പോകാൻ സാധ്യതയുണ്ട് എന്നുള്ള കാര്യമാണ് ഒരു പ്രോബ്ലം ആയിട്ട് എടുത്തു പറയുന്നത്. Then numerous benefits are offered by the employers to their employees. ഒരുപാട് ബെനിഫിറ്റുകൾ അവർക്ക് നൽകുമ്പോൾ it seems as if the company is playing the role of the parent and the employees are their children. അതായത് എംപ്ലോയർ എന്നുള്ളത് ഒരു പാരന്റിന്റെ ഭാഗത്ത് നിന്ന് കുട്ടികൾ എന്നുള്ള ഒരു ലെവലിലേക്ക് നോക്കുമ്പോൾ എംപ്ലോയീസ് എന്ന് പറയുന്നവര് കുട്ടികൾ എന്നുള്ള ഒരു കൺസിഡറേഷനിലേക്ക് വരികയാണ്. Then sometimes employees develop feelings that the service and the benefits offered to them are actually their rights, which is actually not correct. ചിലപ്പോഴൊക്കെ അവര് ചിന്തിക്കും ഇതൊക്കെ ഈ സർവീസുകൾ ഈ ബെനിഫിറ്റുകൾ എന്നൊക്കെ പറഞ്ഞാൽ ആക്ച്വലി അവര് തരേണ്ടതാണ്. ഇൻ കേസ് പാരന്റ് എന്നുള്ള ഒരു കൺസിഡറേഷൻ, അതായത് എംപ്ലോയർ എന്ന് പറയുന്നത് പാരന്റ് എന്നുള്ള ഒരു ലെവലിലേക്ക് എത്തി നിൽക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും ഇതൊക്കെ അവര് തരേണ്ട ഒരു അവകാശപ്പെട്ട കാര്യങ്ങളാണ് എന്നുള്ളൊരു മനോഭാവത്തിലേക്കാണ് വരുന്നത്. പക്ഷെ ആക്ച്വലി നമുക്കറിയാം ഇത് കറക്റ്റ് അല്ല അല്ലെ. വേണമെങ്കിൽ തൊഴിലുടമയ്ക്ക് തൊഴിലാളികൾക്ക് വേണ്ടി ഇത്തരത്തിലുള്ള ബെനിഫിറ്റ്സുകളൊന്നും ഉണ്ടാക്കണമെന്ന് നിർബന്ധമൊന്നുമില്ല. It means that employees to take the employers parental care for granted. അവര് വിചാരിക്കുന്നത് ഇങ്ങനെയുള്ള ഒരു മീനിങ്ങിലേക്ക് എത്തുമ്പോൾ ആ ഒരു എന്താണ് നമുക്ക് അർഹിക്കപ്പെടേണ്ടതാണ്, അതായത് ഒരു എംപ്ലോയർ എന്ന നിലയ്ക്ക് നമുക്ക് തരേണ്ടതാണ് എന്നുള്ള ഒരു ലെവലിലേക്ക് എത്തുന്നു. നമുക്കറിയാം നേരത്തെ നമ്മൾ ഒരു പോയിന്റ് കണ്ടായിരുന്നു, എല്ലാ കമ്പനികളും ഇങ്ങനെ ഓഫർ ചെയ്യുന്നതാണ്. ഇപ്പൊ അങ്ങനത്തെ ഒരു രീതിയിലേക്കായി അല്ലെ. അപ്പൊ അങ്ങനെ ഒരു രീതിയിലേക്ക് ആവുമ്പോൾ എന്താണ് അതൊരു പ്രോബ്ലം തന്നെയാണ്. തൊഴിലുടമ റിസ്ക് എടുത്തിട്ടും അവരുടെ ഫിനാൻഷ്യലി കുറച്ചും കൂടി നീക്കി വെച്ചിട്ടൊക്കെയാണ് ഇവർക്ക് ഇത്തരത്തിലുള്ള ആനുകൂല്യങ്ങൾ ലഭ്യമാക്കുന്നത് എന്നുള്ളത്
പരിഗണന എങ്കിലും അവർക്ക് ലഭ്യമാക്കേണ്ടതാണ്. ആ പരിഗണന ഉണ്ടെങ്കിൽ മാത്രമാണ് എംപ്ലോയീസ് അവരുടെ മാക്സിമം എഫോർട്ടോട് കൂടിയിട്ട് വർക്ക് ചെയ്യാനായിട്ട് സന്നദ്ധരാവുള്ളൂ. പക്ഷെ അങ്ങനെ ഒരു പരിഗണനയില്ല, അത് അവർക്ക് ഇങ്ങനെ തരേണ്ടതാന്നുള്ള ഒരു രീതിയിലേക്ക് എത്തുന്നത് തെറ്റായ ഒരു വ്യാഖ്യാനം തന്നെയാണ്. തീർച്ചയായിട്ടും എന്താണ് അങ്ങനെ വരുമ്പോൾ എംപ്ലോയർ പ്രതീക്ഷിക്കുന്ന ഒരു വർക്ക് എഫിഷ്യൻസി അവിടെ ലഭ്യമല്ലാതെയായിട്ട് വരും. ഫസ്റ്റ് പോയിന്റ് ഓക്കെ ആണോ? ഓക്കെ, ദെൻ നമുക്ക് നെക്സ്റ്റ് നോക്കാം. ഹ്യൂജ് എക്സ്പെൻഡിച്ചർ. എന്താണ് നമുക്ക് അത് കേൾക്കുമ്പോൾ അറിയാം, ഒരുപാട് ചെലവ് അല്ലെ. കമ്പനി അഡ്മിനിസ്ട്രേറ്റേഴ്സ് ദ ബെനിഫിറ്റ്സ് ആൻഡ് സർവീസ് ഓഫേർഡ് ടു എംപ്ലോയീസ് വിച്ച് സസ്റ്റെയിൻ ഹ്യൂജ് കോസ്റ്റ്. അതായത് നമുക്കറിയാം വളരെയധികം കോസ്റ്റ് അതുമായിട്ട് വേണ്ടിയിട്ട് ചിലപ്പോഴാണെങ്കിൽ ചെലവഴിക്കേണ്ടതായിട്ട് വരും. ആ സർവീസുകൾക്കൊക്കെ വേണ്ടിയിട്ട് ഒരുപാട് അല്ലെ ഫണ്ട് ചെലവഴിക്കേണ്ടതായിട്ട് വരും. It involves a tedious process of making large outlays of a direct and indirect financial expenditures, and also involves a substantial paperwork. അതായത് പരോക്ഷമായിട്ടും പ്രത്യക്ഷമായിട്ടാണെങ്കിലും സാമ്പത്തിക ചെലവുകളൊക്കെ വലിയ ചെലവുകൾ അതിനു വേണ്ടിയിട്ട് അല്ലെ അത് വഹിക്കേണ്ടതായിട്ട് വരുന്നു. അങ്ങനെ അത് കൂടാതെ മാത്രമല്ല ഗണ്യമായിട്ടുള്ള കുറെ പേപ്പർ വർക്കും അതിനോടൊപ്പം തന്നെ ചെയ്തു പോകേണ്ടതായിട്ട് വരും. ചെലവ് മാത്രമല്ല കുറെ പേപ്പർ വർക്ക് അല്ലെ, നമുക്ക് ചില പേപ്പർ വർക്കൊക്കെ കറക്റ്റ് സമയത്തിനൊന്നും ലഭ്യമാകണമെന്നില്ല. അങ്ങനെയൊക്കെ വരുമ്പോൾ അതൊക്കെ വീണ്ടും ഒക്കെ ഒന്നുകൂടി പുനരാവലോകനമൊക്കെ ചെയ്ത് കുറെ സമയമൊക്കെ എടുത്ത് അതിനു വേണ്ടി ചെലവഴിക്കേണ്ടതൊക്കെ ആയിട്ട് വരുന്നു. അപ്പൊ ഒരു ഫ്യൂച്ചർ എക്സ്പെൻഡിച്ചർ എന്ന് പറയുമ്പോൾ ചെലവ് മാത്രമല്ല ചില കുറെ അധികമായിട്ടുള്ള പേപ്പർ വർക്കും കൂടിയും ഇതിനോടൊപ്പം തന്നെ വരുന്നുണ്ട് എന്നത്. ഓക്കെ ആണോ? അല്ലേ? നെക്സ്റ്റ് നോക്കുകയാണെങ്കിൽ ബിക്കം ന്യൂ ട്രെൻഡ്. നമ്മൾ കണ്ടു ഏതൊരു കമ്പനിയും കൊടുക്കുന്ന ഒരു ധാരണയിലേക്ക് എത്തി നിൽക്കുന്നത് കൊണ്ട് തന്നെ ചിലതിനൊന്നും അല്ലെ എല്ലാ എംപ്ലോയീസും മൈൻഡ് ഒന്നും ചെയ്യില്ല. കാരണം അവര് റിസ്ക് എടുത്താലും ഇതൊക്കെ ഇതിനേക്കാളും എന്തെങ്കിലും പുതുമയുണ്ടോ എന്നുള്ള ഒരു ചിന്താഗതിയിലേക്ക് വരും അല്ലെ. When a company offers certain benefits and services to its employees, it establishes a process of competition in other companies as well. അതായത് നമ്മൾ ചില ബെനിഫിറ്റ്സുകളൊക്കെ അല്ലെങ്കിൽ സർവീസുകളൊക്കെ കൊടുക്കുകയാണ് എങ്കിൽ തീർച്ചയായിട്ടും മറ്റു കമ്പനികൾക്കും തമ്മിൽ ഒരു മത്സരത്തിലേക്ക് വരാൻ സാധ്യതയുണ്ട്. അത് മാത്രമല്ല അതിന്റെ ഇൻ ഓർഡർ ടു പ്രൂവ് ദെംസെൽഫ് ആസ് ബെറ്റർ, അവര് ചിലപ്പോൾ അതിനേക്കാളും നല്ലതിലേക്ക് എത്തിപ്പെടാൻ വേണ്ടിയിട്ട് ചില സേവനങ്ങളൊക്കെ ചെയ്യാനായിട്ട് സാധിക്കും അല്ലെ, ശ്രമിക്കും. അതർ കമ്പനീസ് ഓൾസോ സ്റ്റാർട്ട് പ്രൊവൈഡിങ് ദീസ് ബെനിഫിറ്റ്സ്. അതിന് വേണ്ടിയിട്ട് അവരെന്ത് ചെയ്യും, അവരും ഈ ബെനിഫിറ്റ്സുകളൊക്കെ കൊടുക്കാനൊക്കെ ആയിട്ട് തയ്യാറാവും. സം ഓഫ് ദ ബെനിഫിറ്റ്സ് വിച്ച് were previously unknown but now have become common and credit union and services pay. അതായത് നമുക്കറിയാം ഇതെല്ലാം കോമൺ ആയിട്ടുള്ള ഒരു നേച്ചറിൽ തന്നെ എല്ലാവരും തന്നെ അതിന് അല്ലെ അതിനെ അംഗീകരിക്കാൻ തുടങ്ങും. ഇതൊക്കെ എല്ലാ കമ്പനികളും തരുന്ന ഒരു ഓഫർ എന്നുള്ള ഒരു രീതിയിലേക്ക് എത്തിപ്പെടാൻ തുടങ്ങും. ഇൻ കേസ് ഇല്ലാത്തവരും എന്താണ് ചില കമ്പനികളൊക്കെ ആണെങ്കിൽ നമുക്കറിയാം ചില ഓഫറുകളൊക്കെ കൊടുക്കുന്നുണ്ട് എന്നുള്ളത് അറിഞ്ഞു കഴിഞ്ഞാൽ തന്നെ ആ മൊമെന്റിൽ തന്നെ ചിലപ്പോൾ അടുത്ത അല്ലെ ഒരു സ്ഥാപനം സ്ഥിതി ചെയ്യുന്നതിന്റെ തൊട്ടടുത്ത് തന്നെയാണ് മറ്റൊരു കമ്പനി സ്ഥിതി ചെയ്യണമെങ്കിൽ ഈ കമ്പനിയിൽ കൊടുക്കുന്ന അതേ പാക്കേജസ് തന്നെ മറ്റു കമ്പനികളും കൊടുക്കാനായിട്ട് തുടങ്ങും. അപ്പൊ അങ്ങനെയൊക്കെ വരുമ്പോഴെന്താണ് അവിടെ ഒരു മത്സരം വരാനൊക്കെ ആയിട്ടുള്ള സാധ്യതയും ഉണ്ട്. ഒപ്പം എന്താണ് ഇതൊരു ട്രെൻഡ് അല്ലെ, ഇതൊരു എല്ലാവരും ഇപ്പൊ കൊടുക്കുന്ന ഒരു ട്രെൻഡ് എന്നുള്ള രീതിയിലേക്ക് മാറിയെടുക്കാനായിട്ടുള്ള സാധ്യതയുമുണ്ട്. ാണോ? കോമൺ ട്രെൻഡ് എന്നുള്ള മീനിങ്ങിലേക്ക് എത്തുന്നു. നെക്സ്റ്റ് നോക്കാം, ഹാൻഡ്ലിംഗ് ലെസ് പ്രൊഡക്റ്റീവ് എംപ്ലോയീസ്. ഹാൻഡ്ലിംഗ് ലെസ് പ്രൊഡക്റ്റീവ് എംപ്ലോയീസ് അല്ലെ, അവിടെ നമുക്കറിയാം ഉത്പാദനക്ഷമത അല്ലെ, അത് ക്ഷമത കുറച്ചുകൊണ്ട് വരാനായിട്ടുള്ള സാധ്യത. അതെന്താ കാരണം പറയുന്നത്, ലെസ് പ്രൊഡക്റ്റീവ് എംപ്ലോയീസ് ഓർ ദ എംപ്ലോയീസ് ഹു ആർ അണേബിൾ ടു ഡു മച്ച് truthful work for the company stay in their job just because of the fact that the company provides a lot of benefits and services to its employees. അതായത് നമുക്കറിയാം ചില എംപ്ലോയീസ് അധികം നല്ല എഫിഷ്യന്റ് അല്ലാത്ത കാര്യക്ഷമമല്ലാത്ത എംപ്ലോയീസും ഉണ്ടാവാം. ഏതൊരു സ്ഥാപനത്തിലും അങ്ങനെ ഒരു എംപ്ലോയീസും ഉണ്ടാവും ഇല്ലേ. എല്ലായ്പ്പോഴും ചിലപ്പോൾ നമുക്കറിയാം കാര്യക്ഷമമായ നല്ല കഴിവുള്ളവർ തന്നെ ആവണമെന്നില്ല. അപ്പൊ ഇങ്ങനെയുള്ള എംപ്ലോയീസുകൾക്ക് എന്താ പ്രത്യേകത തോന്നുന്നത്, നമുക്ക് വേണ്ടിയിട്ട് കുറച്ചും കൂടി ബെനിഫിറ്റ്സ് ഒക്കെ എംപ്ലോയർ തരുന്നുണ്ട്. അപ്പൊ എന്താണ് അവരവിടെ നിന്ന് ഓക്കെ ഈ കമ്പനിയിൽ നിന്ന് വിട്ടുപോകാതിരിക്കുന്ന ബെറ്റർ, കാരണം നമ്മൾ ഇത്രയും ചെയ്യുന്നുള്ളൂ എങ്കിലും നമുക്ക് ഈ ബെനിഫിറ്റ്സുകൾ കിട്ടുന്നുണ്ട് അല്ലെ. ആ ഒരു രീതിയിൽ
അവിടെ നിന്ന് വിട്ടുപോകാനായിട്ട് തയ്യാറാവാതെ അവരവരുടെ ഡ്യൂട്ടിയിലെ കണ്ടിന്യൂ ചെയ്യും. അപ്പൊ ഇങ്ങനെയുള്ള പ്രൊഡക്റ്റീവ് അല്ലെ ലെസ് ഉത്പാദകരായിട്ടുള്ള എംപ്ലോയീസിനെ ഹാൻഡിൽ ചെയ്യുക എന്നുള്ളതും ബുദ്ധിമുട്ടായിട്ട് വരും. ഓക്കെ, ക്ലിയർ ആയോ? അതായത് നമ്മളിങ്ങനെ ബെനിഫിറ്റ്സുകൾ എംപ്ലോയർ ബെനിഫിറ്റ്സുകൾ ഇങ്ങനെ ഓഫർ ചെയ്യുമ്പോൾ അവിടെയുള്ള എല്ലാ തൊഴിലാളികൾക്കും അത് സ്വീകരിക്കേണ്ടതായിട്ട് വരും അല്ലെ, ഒരേപോലെ തന്നെ കൺസിഡർ ചെയ്ത് കൊടുക്കേണ്ടതായിട്ട് വരും. തീർച്ചയായിട്ടും എന്താണ് അവിടെ കാര്യക്ഷമമായിട്ട് പ്രവർത്തിക്കാത്ത തൊഴിലാളികളും എന്താണ് ഈ ആനുകൂല്യങ്ങൾ നമുക്ക് കൈപ്പറ്റാൻ സാധിക്കുമല്ലോ എന്നുള്ള കണ്ടീഷനിൽ തന്നെ അവിടെ തന്നെ തുടരാനായിട്ട് ശ്രമിക്കും. അപ്പൊ അവരെ വിട്ട് കളയുക എന്നുള്ളത് ബുദ്ധിമുട്ടായ ഒരു കാര്യമായിട്ട് വരും. ഓക്കെ, ക്ലിയർ ആയോ? Because of the fact that the company provides a lot of benefits and service to its employees. അവർക്ക് വേണ്ടിയിട്ട് lot of benefits നൽകുന്നുണ്ട്. ഓക്കെ, then നമുക്ക് ലാസ്റ്റ് ഒരു പോയിന്റും കൂടി ഉണ്ട്, awarding other employees functions. Other employees functions while paying attention towards the employees benefits and services, the employer generally becomes more focused on its provision and administration. ഓക്കെ, നമുക്കറിയാം ഈ എംപ്ലോയർ ഇങ്ങനെയൊക്കെ ബെനിഫിറ്റ്സുകളൊക്കെ കൊടുക്കുമ്പോൾ അവർ കൂടുതൽ അറ്റൻഷൻ അല്ലെ കൂടുതലായിട്ട് ഫോക്കസ് ചെയ്യുന്നത് ഇത്തരത്തിലുള്ള കാര്യങ്ങളെ കുറിച്ചിട്ടൊക്കെയാണ്. അപ്പൊ അതിൽ കൂടുതൽ ശ്രദ്ധ കേന്ദ്രീകരിക്കേണ്ടി വരുന്നത് നമ്മൾ നേരത്തെ കണ്ട കുറെ പേപ്പർ വർക്കുകളും കാര്യങ്ങളൊക്കെ ഉണ്ടാവും. അപ്പൊ അതിനെ കുറിച്ചിട്ടൊക്കെ ആലോചിക്കണം, അതൊക്കെ കിട്ടണ താമസങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അതിന്റെ പുറകെ തന്നെ നിൽക്കേണ്ടതായിട്ടൊക്കെ വരും. In such cases, the other aspect of a personal programs are fully neglected or at least attention is paid to them. അപ്പൊ മറ്റു കാര്യങ്ങൾ അല്ലെ പേഴ്സണൽ ആയിട്ടുള്ള ചില കാര്യങ്ങളിലൊന്നും അറ്റൻഷൻ അല്ലെ ശ്രദ്ധ കൊടുക്കാനായിട്ട് എംപ്ലോയറിന് സമയം കിട്ടാത്തൊരവസ്ഥയിലേക്ക് വരുന്നു. Consequently, due to over emphasizing on these benefits and services, employees often develop a concern for their future security instead of a present productivity. അതായത് അപ്പോ നിലവിലെ ആ ഒരു പ്രകടനത്തിന് പകരം അല്ലെ ഭാവിക്ക് സുരക്ഷ കൊടുക്കുന്ന പ്രാധാന്യം കൊടുത്തുകൊണ്ട് തന്നെ വർക്കിന് കൂടുതൽ പ്രാധാന്യം കൊടുത്തുകൊണ്ട് തന്നെ പോകാനായിട്ട് ശ്രമിക്കേണ്ടി വരുന്നത്. അപ്പൊ നിലവിലത്തെ ആ പ്രവർത്തനക്ഷമത കൂട്ടുന്ന കാര്യങ്ങളെ കുറിച്ചിട്ടൊന്നും ചിന്തിക്കാൻ അല്ലെ ബെനിഫിറ്റ്സുകൾ അങ്ങനെ ബെനിഫിറ്റ്സിന്റെ പേപ്പർ വർക്കുകൾ ഈ ബെനിഫിറ്റ്സുകളൊക്കെ നമുക്കറിയാം ഫ്യൂച്ചറിനെ കുറിച്ചിട്ടും കൂടി കൺസിഡർ ചെയ്തിട്ടുള്ള ബെനിഫിറ്റ്സുകളൊക്കെ ആയിരിക്കും. അപ്പൊ അതിന് മാത്രം ശ്രദ്ധ കേന്ദ്രീകരിച്ച് നൽകേണ്ട ഒരവസ്ഥ കൂടി ഇതിലൂടെ വരുന്നു എന്നുള്ളതാണ്. ഓക്കെ, ജസ്റ്റ് വായിച്ചു നോക്കാം. കുറച്ച് കൂടുതൽ എടുത്തിട്ടുണ്ട്, പക്ഷെ സിമ്പിൾ ആയിട്ടുള്ള ടോപ്പിക് ആണ്. എന്താണ് ഇമ്പോർട്ടൻസും പ്രോബ്ലംസ് ഒക്കെ നിങ്ങൾക്ക് അറിയാൻ പറ്റുന്നതാണ്. നമ്മള് നമുക്ക് തീർക്കാൻ പറ്റാതിരുന്ന കോസ്റ്റ് കണ്ടെയ്ൻമെന്റ് കമ്മ്യൂണിക്കേഷൻ ആണ് എന്നെടുത്തത്. ഏതെങ്കിലും പോയിന്റിന് ഡൗട്ടുകൾ ഉണ്ടെങ്കിൽ ചോദിക്കാം. ഓക്കെ, ലാസ്റ്റ് പോയിന്റ് ഒന്നും പറയാം. അതായത് avoiding other employees functions while paying attention towards the employees benefits and services, the employer generally becomes more focused on its provision and administration. അതായത് ഇത്തരത്തിലുള്ള ബെനിഫിറ്റ്സുകളൊക്കെ എംപ്ലോയിക്ക് വേണ്ടിയിട്ട് കൊടുക്കാനായിട്ട് തയ്യാറാകുമ്പോൾ തൊഴിലുടമ എന്താണ് പ്രധാനമായിട്ടും ഇതിന്റെ ആ ഒരു അഡ്മിനിസ്ട്രേഷൻ വർക്കും കാര്യങ്ങൾക്കൊക്കെ വേണ്ടിയിട്ടാണ് കൂടുതൽ ശ്രദ്ധ കൊടുക്കുന്നത്. Then, in such cases, other aspects of a personal programs are fully neglected or at least attention paid to them. അങ്ങനെ വരുമ്പോൾ എന്താണ് മറ്റു പേഴ്സണൽ മാറ്റേഴ്സ് അല്ലെ ചിലപ്പോ ഈ കാലയളവിൽ എന്തെങ്കിലും ചലഞ്ചസ് ഒക്കെ പുതിയതൊക്കെ വന്നിട്ടുണ്ടാവും. അതിനെ ഫേസ് ചെയ്യാനോ അതിനെ പറ്റിയ കാര്യങ്ങളെ കുറിച്ചിട്ടൊന്നും ചിന്തിക്കാനായിട്ടൊന്നും പേഴ്സണൽ ആയിട്ടുള്ള പ്രോഗ്രാംസിനൊന്നും അല്ലെങ്കിൽ എന്തെങ്കിലും ട്രെയിനിങ് ഒക്കെ കൊടുക്കേണ്ടതോ അങ്ങനെ എന്നുള്ള കാര്യങ്ങൾക്കൊന്നും അറ്റൻഷൻ കൊടുക്കാൻ പറ്റാത്ത ഒരവസ്ഥയിലേക്ക് വരുന്നു. Then consequently, due to over-emphasizing on these benefits and services, employees often develop a concern for their future security. അതായത് നമുക്കറിയാം ഇങ്ങനെയുള്ള ബെനിഫിറ്റ്സ് ഇപ്പൊ ഇൻഷുറൻസ് പാക്കേജുകൾ പെൻഷൻ ഫണ്ട് അല്ലെ അങ്ങനെയൊക്കെയുള്ള PF കാര്യങ്ങളൊക്കെ എന്നൊക്കെ പറഞ്ഞാൽ കുറച്ച് ഭാവിയിലേക്കുള്ള കാര്യമാണ് അല്ലെ. അപ്പൊ നിലവിലുള്ള കാര്യത്തിനേക്കാൾ അപ്പുറം എന്താണ് ഫ്യൂച്ചറിന്റെ സെക്യൂരിറ്റിക്കാണ് കൂടുതൽ പ്രാധാന്യം കൊടുക്കേണ്ടി വരുന്നത് ഇൻസ്റ്റെഡ് ഓഫ് പ്രസന്റ് പ്രൊഡക്ടിവിറ്റി. ഇപ്പൊ നിലവിലെ പ്രൊഡക്ടിവിറ്റിയേക്കാൾ ഉപരി ഫ്യൂച്ചറിന് പ്രാധാന്യം കൊടുക്കുന്ന ഒരു അവസ്ഥയിലേക്ക് എത്തിക്കാൻ സാധ്യതയുണ്ട്. ഓക്കെ, ക്ലിയർ ആയോ? ആണോ? ഓക്കെ, അപ്പൊ നമുക്ക് നെക്സ്റ്റ് ക്ലാസ്സിൽ കാണാം. നിങ്ങളെല്ലാം വായിച്ചു നോക്കാം. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിക്കാം. ഓക്കെ, താങ്ക് യു.